السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ ശ്രോതാക്കള്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാര്, അല്ലാഹു തആല നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിന്റെ തുടക്കമായ ആത്മീയ സദസ്സ് സമാപിച്ചു. അതിൽ വെച്ച് പറഞ്ഞതും ചൊല്ലിയതും കേട്ടതും ദുആ ചെയ്തതും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും ദുന്യവിയായ ജീവിതത്തിലും എല്ലാവിധ സന്തോഷവും പാരത്രികമായ ജീവിതത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ ഖൈറായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് ശർറായ എല്ലാതും തട്ടിക്കളഞ്ഞ് റാഹത്തിലാക്കി തീർക്കുമാറാവട്ടെ. സമയം വളരെയധികം വൈകിയിട്ടുണ്ട്. കഥം കിട്ടാത്ത ദിവസമാണ്. അബൂ ഹാഷിം ഉസ്താദിന്റെ ദിവസമാണ്. ഞാൻ ആമുഖമായി ഒരു കാര്യം ഉണർത്തുന്നു. ഈ കുലിയുമായി ബന്ധപ്പെട്ട കുറച്ചു മസ്അല എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഞാൻ തമാശയിൽ അടിച്ചതല്ല, കുലി കളിയല്ല എന്ന്. അത് ഞാനൊരു തമാശയിൽ അടിച്ച ടെക്സ്റ്റ് അല്ല. കാരണം ഒരുപാട് സാധാരണക്കാര് സംശയം വെച്ചിട്ട് കുലിക്കുന്നവരുണ്ട്. ഒരു വിഷയം കാരണം നമ്മുടെ വസ്ത്രത്തിൽ ഒരു നനവ് കണ്ട് അത് മനിയാണെന്നൊന്നും ഉറപ്പില്ല, എന്നാലും ആയിക്കോട്ടെ ഒരു കുലിയല്ലേ. അതാ ഞാൻ കുലി കലിയല്ല എന്ന് പറഞ്ഞത്. അതൊരു നനവ് കണ്ട് അതൊരു കുലിയാണ്, ഇനിയിപ്പോ മനിയാണെങ്കിൽ ആയിക്കോട്ടെ, എന്തായാലും ഒരു കുലിയല്ല. എന്നാ അവിടെ മസ്അല എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു മനിയാണെന്ന് ഉറപ്പില്ലാത്ത വിഷയത്തിന് വേണ്ടിയിട്ട് അവനിക്കതായത് മനിയല്ല. പിന്നെ ഈ വസുവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം ഉണ്ടല്ലോ, ആയേക്കാം, അത് വസുവാസാണ്. അതിനു വേണ്ടി കുലിക്കല് ഹറാമാണെന്ന മസ്അല. അതാ ഞാൻ കുലി കളിയല്ല എന്നാണത്. വെറുതെ നമ്മൾ അതൊക്കെ ഇപ്പൊ ഒരു സാധാരണക്കാർക്ക് വരുന്നൊരു വിഷയമാണത്. നോക്കി, അത് ഒരു നനവ് കണ്ട് അത് മനിയാവാൻ ചില അടയാളങ്ങളുണ്ടല്ലോ. ആ അടയാളത്തിന്റെ 3 അടയാളം ഉണ്ടായില്ലാന്ന് വെക്കുക. എന്നാൽ അവിടെ കുലിക്കല് സുന്നത്തുല്ല, നിർബന്ധമില്ല. എങ്കിൽ ബൽ യഹ്റുമൂനാണ് മസ്അല. കുലിക്കൽ ഹറാമാ. കാരണം അന്നഹു മുതആത്തി ഇബാദത്തിൻ ഫാസിദത്തിൻ, ഒരു ഫാസിദത്തായ ഇബാദത്തുമായിട്ടാണ് അവൻ ബന്ധപ്പെടുന്നത്. സുന്നത്തുമല്ല, നിർബന്ധമല്ലാത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആയേക്കാം എന്നൊരു സംശയം വെച്ചിട്ടൊന്ന് കുലിക്കുക, അത് ഹറാമായ കുലിയ. അതുകൊണ്ടാണ് ഞാനൊരു ടെക്സ്റ്റ് അടിച്ചത് കുലി കളിയല്ലാന്ന്. അപ്പൊ വെറുതെ നമ്മള് ഹറാമ് വരുത്തി തീർക്കരുത്. ഞാനതൊന്ന് ആമുഖമായി, ഞാനൊരു തമാശയായി ചിലപ്പം ചില ടെക്സ്റ്റുകളൊക്കെ എന്താ അബുറയ്യ അങ്ങനെ തമാശ കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഞാൻ തമാശക്ക് കളിച്ചതല്ല, അത് നമ്മളൊരു ആകർഷണീയാണല്ലോ, രസാണല്ലോ ചില വാക്കുകൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നത്തുല്ലാത്ത നിർബന്ധമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു എക്കാശക്കും വെച്ച് പിന്നെ അതിന്റെ ചില മസാലകളിലേക്ക് കടന്നു വരാം. അപ്പൊ അതുകൊണ്ടാണ് അത് ഹറാമായ കുലികളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ കുലിക്കുമ്പോ എന്തായാലും ഇപ്പൊ നീയത്ത് വെക്കണോണ്ട് എന്താ കുഴപ്പം, ഞാൻ ഏതായാലും കുലിക്കാൻ പോവല്ലേ, ഇനിയിപ്പോ അവന്റെ വലിയ അശുദ്ധി ആവുകയാണെങ്കിൽ അതത് പെയ്ക്കോട്ടെ എന്നൊക്കെ വെച്ച് നമ്മളത് കുലിക്കുക. അപ്പൊ അത് ഹറാമായി വരുന്ന അവസ്ഥകളുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. ഞാൻ 10ഓളം കാര്യങ്ങൾ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് സാധാരണ ഒരു നിർബന്ധമായ കുലിയുമായി ബന്ധപ്പെട്ട ഒരു 10ഓളം കാര്യങ്ങളുണ്ട്. ആ 10ഉം കൂടി ഇപ്പോ ഈ അരമണിക്കൂറിൽ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. സാധിക്കാണെങ്കിൽ ഇൻഷാ അള്ളാ ഇതിന്റെ ബാക്കി, കാരണം വൈകുന്നേരത്തൊക്കെ ഒരുപാട് ശ്രോതാക്കളുണ്ടാവും. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഏകദേശം ഒരു 5 മണിക്ക് ശേഷം പ്രത്യേക ലൈവ് ക്ലാസുകൾ നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി നമുക്ക് അപ്പോഴും പറയാം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തുള്ള സ്ത്രീകൾ പ്രത്യേകം ആ സമയത്ത് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഇതൊരു തർത്തീബ് മാറ്റി ചിന്തയാണ്. അപ്പൊ സാധാരണ നോമ്പുമായി ബന്ധപ്പെട്ട മസല പറയുമ്പോ ആദ്യം നിയ്യത്ത്, പിന്നെ നോമ്പ് മുറിയുന്ന കാര്യം, അപ്പ കുലി, ഇങ്ങനെ കടക്കാതെ ഒന്ന് തർത്തീബ് മാറ്റാൻ കാരണം സാധുവായ ഞാൻ
ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെയും നമ്മുടെ KMIC പറ്റി പറഞ്ഞ് 10ഉം 15ഉം പെണ്ണുങ്ങളൊക്കെയും ശ്രോതാക്കളായി വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് നിങ്ങളോട് നേരിട്ട് പറയാൻ ലജ്ജയുള്ള മസാലകള് അത് ചൊവ്വാഴ്ച KMICയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ആ സമയം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ചൊവ്വാഴ്ച ആയതുകൊണ്ട് കല്യാണവും കല്യാത്തും ഒന്നും ഉണ്ടാവില്ല. പഠിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ഒരു 10 മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി അവരുടെ വീട്ടില് വലിച്ച മീൻ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോ എന്തായാലും സ്ത്രീകൾ ഒരു 10 മണി നേരത്തെ അടുക്കളയിലായിരിക്കും. അപ്പൊ ആ മൊബൈലൊന്ന് ഓണാക്കി വെച്ചാല് സുഖമായിരുന്ന് കേൾക്കാൻ ഒരു സൗകര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തെർത്തീബ് മാറ്റിയിട്ട് ആ ഒരു നോമ്പുമായി ബന്ധപ്പെട്ട കുലീത മസാല അത് ചിലപ്പം പറയാൻ സാധിക്കുന്നിടത്തോളം ഇപ്പൊ പറയും, ബാക്കിയുള്ളത് വൈകുന്നേരത്തും പറയും. പിന്നെ നോമ്പിന്റെ മുന്നത്തെ ക്ലാസ്സിൽ ഒരു കാരണവശാലും കുലീത മസാല തിരിച്ചു വരുന്നതല്ല എന്നും സാന്ദർഭികമായി ഉണർത്തി അല്ലാഹു തആല അറിവില്ലായ്മ കാരണം നമ്മുടെ ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകൾ തീർക്കാനുള്ള അവസരം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, പുരുഷന്മാരും സ്ത്രീകളും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പൊതുവിലുള്ള ഒരു കുലിയുമായി ബന്ധപ്പെട്ട മസാലയാണ് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റാല് വസ്ത്രത്തിലൊരു നനവ് കാണാം. ഒരുപാട് ചെറുപ്പക്കാര് പലപ്പോഴും വിളിച്ചു ചോദിക്കുന്ന ഒരു മസാലയാണത്. ഇങ്ങനെ ഒരു നനവ് കണ്ട് അത് മനിയാണെന്നും ഉറപ്പില്ല, അതുപോലെ തന്നെ മനിയാണെന്നും ഉറപ്പില്ല. പിന്നെ മനിയിന്റെയും മതിയിന്റെയും ഒക്കെയും എന്ത് വാക്കാർത്ഥം എല്ലാവർക്കും കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മതി എന്ന് പറഞ്ഞാൽ മദജലം. ചിലപ്പോ നമുക്ക് നല്ല വികാരങ്ങൾ ഉണ്ടാകുമ്പോ ഒരു ദ്രാവകം പുറപ്പെടും. ഒരുപാട് ഗൾഫുകാർ വിളിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം അരക്കുന്ന കീപ്പത്തൊക്കെ ചോദിച്ചാൻ പറ്റൊരു മൊയിലേരെ കിട്ടിയത് അത് വലിയൊരു ഭാഗ്യാണ്. കാരണം ചിലപ്പം എന്നൊരു ചില സ്ത്രീകളൊക്കെ വിളിച്ചു ചോദിക്കും, ഭർത്താബ്ദാണ്, ഉപ്പ മൊയിലേരാണ്, ആങ്ങള സക്കാഫിയാണ്, പക്ഷെ എങ്ങനെ ഞാൻ അവരോട് ചോദിക്കുക എന്നൊക്കെയും ചോദിക്കുന്ന പലവരുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഒരുപാട് ഗൾഫുകാര്, കാരണം അത് ഞാൻ പറയാം, മദ്രസയുടെ മൂല പോലും കാണാത്ത എത്രയോ ആളുകൾ ഗൾഫിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. 40, 45, 50 വയസ്സായ ആൾക്കാർ. ഓല കാലത്ത് ചെറുപ്പത്തിൽ മദ്രസന്നെ ഓല നാട്ടിലുണ്ടാവൂല. അപ്പൊ മദ്രസയുടെ കഞ്ഞിമൂല കാണാത്ത ആൾക്കാരുണ്ടാവും. മദ്രസന്റെ കഞ്ഞിമൂലും വായുമൂലൊന്നും കാണാത്ത പല മനുഷ്യന്മാരുണ്ടാവും. ഓലയ്ക്ക് അവിടെ എത്തിച്ചേരുകയാണ്, ഗൾഫിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ പിന്നെ ഗൾഫിൽ എത്തിച്ചേർന്ന് ഭാര്യക്ക് ഫോൺ ചെയ്യുമ്പോ ഭാര്യനോട് കുറെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് അപ്പൊ എന്തൊക്കെയോ തോന്നി. അല്ല, സ്വാഭാവികല്ലേ. ഞാനിപ്പോ എന്റെ റൂമിലാണ്, നിങ്ങൾ ചിലപ്പോൾ റൂമിൽ ഒറ്റക്കായിരിക്കും, നിങ്ങൾ ആരും മതി വിചാരിക്കരുത്. ഒരു 7ഓളം വ്യക്തികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാറേ ഭാര്യയോട് സംസാരിക്കുമ്പോ വികാരം കൂടിയിട്ട് വേറെന്തെങ്കിലും പറ്റുമോന്ന്. ഹറാമാണ്, അത് ഹറാമാണ്. അതൊക്കെ ഒന്ന് സൂചിപ്പിച്ച് പോവുകയാണ്, പലവർക്കും ആവശ്യമുണ്ടായി എന്ന നിലക്ക്. അപ്പൊ നമ്മൾ ഭാര്യന്മാരോടൊക്കെ സംസാരിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോ സ്വാഭാവികമായും രാവിലെ എഴുന്നേൽക്കുമ്പോ വസ്ത്രത്തിൽ നനവ് കാണും. അപ്പൊ അത് മനിയാണോ മതിയാണോ എന്ന് സംശയം. അങ്ങനെ സംശയം വരുന്ന സമയത്ത് കുലിക്കണോ കുലിക്കണ്ടയോ എന്ന ചർച്ചയാണ് ആദ്യം എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സാധാരണക്കാര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന നിലക്ക്. പക്ഷെ ആ ഒരു വിഷയം പറയുമ്പോ സ്ത്രീകളും ആ വിഷയം ശ്രദ്ധിക്കണം. കാരണം സ്ത്രീകൾക്കും മനിയ് പുറപ്പെടാം, അല്ലേ? അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിലേക്ക് ഇനി കടന്നു വരികയല്ല. കാരണം പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊടുക്കുകയാണ്. സ്ത്രീകൾക്ക് മനിയ് പുറപ്പെടാം. ആ മനിയിന്റെ അടയാളങ്ങൾ, പുരുഷന്മാരുടെ മനിയിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണോ അതേ അടയാളം തന്നെയാണ് സ്ത്രീയുടെ മനിയിന്റെ അടയാളം. അതാണ് പ്രബലം. പക്ഷെ അവരൊരു അഭിപ്രായമുണ്ട്, സ്ത്രീയുടെ മനിയ് തലറുത് അഥവാ ആസ്വാദനം, ഒരു ശാരീരികമായ ആസ്വാദനം, ഇതുകൊണ്ട് സ്ത്രീയുടെ മനിയ് അറിയപ്പെടുകയുള്ളൂ എന്നും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മനിയ് പുറപ്പെടൽ കൊണ്ട് കുലി ഉജൂബാവണമെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞത് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ഉണർത്തുകയാണ്. അഥവാ സയ്യിബായ പെണ്ണ് അഥവാ ബക്കാറത്ത്
കന്യകത്വം നഷ്ടപ്പെട്ടതായ ജിമാ അല്ലെങ്കിൽ വത്ത് പോലോത്തതുകൊണ്ട് കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണ്, അതാണ് സയ്യിബായ പെണ്ണ്. അതുപോലെ തന്നെ ജിമാ വത്ത് പോലോത്തതുകൊണ്ട് കന്യകത്വം നഷ്ടപ്പെടാത്ത പെണ്ണ് ബിക്റ്. ഈ ബിക്റായ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് മനിയ് പുറപ്പെടുക. അതുപോലെ തന്നെ സയ്യിബായ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് മനിയ് പുറപ്പെടുന്നതിന്റെ ഖദറിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ബിക്റായ പെണ്ണിൽ നിന്ന് മനിയ് പുറപ്പെട്ട് കുലി നിർബന്ധമാകുന്ന രൂപമല്ല സയ്യിബായ പെണ്ണ്, അതായത് കന്യകത്വം നഷ്ടപ്പെട്ടതായ പെണ്ണിൽ നിന്ന് മനിയ് പുറപ്പെട്ടാൽ. ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. സയ്യിബായ പെണ്ണാണെങ്കിൽ അവളുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് ശൗച്യം ചെയ്യുന്ന നേരത്ത് കഴുകൽ നിർബന്ധമായ ഭാഗത്തേക്ക് മനിയ് എത്തിയാൽ തന്നെ കുലി നിർബന്ധമാകും. നേരെ മറിച്ച് ബിക്റായ പെണ്ണാണെങ്കിൽ പൂർണ്ണമായും ഗുഹ്യസ്ഥാനത്തിന്റെ പുറത്തേക്ക് വരണം, അപ്പോഴേ ബിക്റായ പെണ്ണിന് കുലി നിർബന്ധമാകുകയുള്ളൂ എന്നുള്ളതായ മസ്അലയും. അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മഹാനായ റസൂലുള്ളാഹിനോട് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖി എന്ന് ആമുഖം കുറിച്ച് ചോദിച്ചതും അടുത്ത് നിൽക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു നാണം കാരണം വസ്ത്രം കൊണ്ട് മുഖം മറച്ചതും ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അങ്ങനൊരു വാക്കുകൊണ്ട് തുടക്കം കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കാനുള്ള കാരണങ്ങളൊക്കെയും നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ ശ്രോതാക്കൾക്ക് ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമായും സംശയം വന്നേക്കാം. ഇതിന്റെ വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞതാണെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞതാണ്. വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ വസ്ത്രത്തിൽ ഒരു നനവ് കണ്ട്, അത് സ്ത്രീകളുടെ വസ്ത്രത്തിലാവാം അല്ലെങ്കിൽ പുരുഷന്മാരുടെ വസ്ത്രത്തിലാവാം. അത് മനിയാണോ മതിയാണോ? മതിയിനാന മതജലം, മനിയിനാന ഇന്ദ്രിയം. ഞാൻ ഇതിന്റെ മലയാളം പറയില്ല. അപ്പൊ മനിയാണോ മതിയാണോ എന്ന് ശെക്ക് വന്നാൽ ഒരാൾക്ക് അവന്റെ വസ്ത്രത്തിൽ നനവ് കാണാണ്ട്. എന്നാ ഉറക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതൊന്നും അറിയില്ല. ചിലപ്പോ ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് സ്ഖലനം പുറപ്പെടാം. അങ്ങോട്ടല്ല ഇപ്പൊ ഈ ചർച്ച നടക്കുന്നത്. പക്ഷെ നമ്മൾ ഉറക്കത്തിലൊന്നും അറിഞ്ഞിട്ടില്ല. നേരം വെളുത്ത് സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ സുബഹി എന്നുള്ളത് ഉദാഹരണത്തോ. കാരണം സാധാരണഗതിയിൽ ഉറക്കത്തിന് എഴുന്നേൽക്കുന്ന ഒരു നേരം സുബഹി എന്ന നിലയ്ക്ക് ഞാൻ സുബഹി എന്ന് പറഞ്ഞതാണ്. അതിന് ഉച്ചന്റെ ശേഷം ഒരാൾ ഉറങ്ങിയതാണ്, അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നുറങ്ങിയതാണ്. വിധിയൊക്കെ അവരെ എല്ലാത്തും വിധി ഒന്ന് തന്നെയാണെന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ വസ്ത്രത്തിൽ ഒരു നനവ് കാണാനുണ്ട്. ഇത് മനിയാണെന്നും ഉറപ്പില്ല, മതിയാണെന്നും ഉറപ്പില്ല. കുറെ നോക്കുമ്പോ അത് മതിയാവാനാ സാധ്യത. അതൊരു മതജലാവാം. പക്ഷെ എന്നാ മനിയാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന കോലത്തിൽ എന്തു ചെയ്യണം? അവിടെ പണ്ഡിതന്മാർ പറയുന്നത് അവന്റെ ഇഷ്ടം പ്രവർത്തിക്കണം. അവന്റെ ഒരു ഏകദേശം ഒരു നിഗമനം നോക്കി എന്താവരുത്, കുലിക്കാനുള്ള മതി കാരണം അത് മതിയായിക്കോട്ടെ നോക്കുക. അങ്ങനല്ല പറഞ്ഞത്. നമുക്ക് ആ വസ്തുവിന്റെ അവസ്ഥ കണ്ടാൽ അവർക്കൊരു രണ്ടും സമാന്. അതും ആവാം, മതിയുമാവാം മനിയുമാവാം. ഇങ്ങനെ വരുന്ന കോലത്തിൽ തഹയ്യറ, അവൻ ഇഷ്ടം പ്രവർത്തിക്കണം. ഓനത് മനിയാണെന്നാ വെക്കുന്നത് എങ്കിൽ കുലിക്കൽ നിർബന്ധ. മനസ്സിലാ? മനിയാണെന്നാണോ അവൻ വെക്കുന്നത്, ഓനക്ക് കുലിക്കൽ നിർബന്ധാണ്. അല്ല, ഓന്റെ നിഗമന പ്രകാരം അത് മതിയാവാനേ സാധ്യതയുള്ളൂ, മനിയാവാനുള്ള സാധ്യത ഒന്നും കാണാനില്ല. ഓൻ കുറെ വാസന ചോക്കിയ നനവ്, അപ്പൊ ഒരു മനിയിന്റെ വാസന കാണാനില്ല. എന്നാൽ അതിന്റെ കനവും കത്തിയും നോക്കിയാലോ മനിയാവാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ഇഷ്കാലായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലാ പറയുന്നത് അത് മനിയാണെന്ന് വെക്കുകയാണെങ്കിൽ കുലിക്കൽ നിർബന്ധമാണ്. ഇനി അതേ രൂപത്തിൽ തന്നെ അത് മതിയാണെന്ന് വെക്കുകയാണെങ്കിലോ കുലിക്കണ്ട, അത് നജസാണ്. ശരീരത്തിന്റെ ചിലപ്പം നമ്മുടെ ത്വതയിലോ വസ്ത്രത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മതിയ് നജസാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം പറയാണ്, മനിയ് ശുദ്ധിയുള്ളതാണെന്ന് പലവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മനിയ് ശുദ്ധിയുള്ളതാ. ഷാഫിഈ മദ്ഹബ് പ്രകാരം മനിയ് ശുദ്ധിയുള്ളതാ. അനഫി മദ്ഹബ് പ്രകാരം മനിയ് നജസാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ഒരു മസ്അലയിൽ അവിടെ മറ്റൊരു വ്യത്യാസം വരുന്നുണ്ട്. ശാഫിഈ മദ്ഹബ് പ്രകാരം ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാം. കാരണം ശുദ്ധിയുള്ളതാണ്. നേരെ മറിച്ച് ഹനഫി മദ്ഹബ് പ്രകാരം മയ്യത്ത് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ്. കാരണം അവരുടെ കണക്കിൽ നജസിൽ നിന്നുണ്ടായതാണ്. ഞാൻ അതിന്റെ പൂർണ്ണ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഈ മനിയ് ശുദ്ധിയുള്ളതായി കിട്ടും എപ്പോൾ? നമ്മൾ വികാരമൊന്നും ഇല്ലാതെ ചിലപ്പോൾ സ്വപ്നസ്കലനം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വരുന്ന മനിയ് ശുദ്ധിയുള്ളതായി കിട്ടും. നേരെ മറിച്ച് വികാരമുള്ള സമയത്ത് പുറപ്പെടുന്ന മനിയ് അത് ശുദ്ധിയുള്ളതാണെങ്കിലും പക്ഷേ നജസ് കലർന്നതായിരിക്കും. കാരണം വികാരം ഉള്ളപ്പോൾ മനിയ് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായി എന്തു വരും? മദജലം വരും, അഥവാ മതിയ് വരും. അപ്പൊ ആദ്യം വരിക മതിയാണ്, അതിന്റെ പിന്നാലെയാണ് മനിയ് വരിക. അപ്പൊ ഈ പിന്നാലെ വരുന്നതായ മനിയ് പുറത്തേക്ക് വരുമ്പോൾ മുന്നിൽ വന്നതായ മദജലവുമായി കലർന്ന് താനു വരിക. അപ്പൊ അത് വസ്ത്രത്തിലായാൽ ശ്രദ്ധിക്കണം, അത് വസ്ത്രത്തിലാകുമ്പോൾ അത് മുതനജ്ജിസായ മനിയാണ് വസ്ത്രത്തിലായിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കണം, ആ വസ്ത്രം എടുത്ത് നിസ്കരിക്കണമെങ്കിൽ. നേരെ മറിച്ച് അങ്ങനെ വികാരമൊന്നുമില്ലാതെ, ഓനക്കൊരു വികാരം ഉണ്ടായിട്ടില്ല, ഓൻ രാത്രി സുഖമായി കിടന്നുറങ്ങിയതാ, നേരം വെളുത്തപ്പോൾ വസ്ത്രത്തിൽ മനിയ് കണ്ടു. എന്നാൽ ചിലപ്പോ നല്ല പഴയ വപ്പടം ഉണങ്ങിയ മാതിരിക്കൊക്കെ ഉണ്ടാവും അവരുടെ വസ്ത്രം, ഞാൻ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ കണ്ടു എങ്കിൽ ഓനക്ക് ഇനി നിസ്കരിക്കാൻ വേറെ തുണിയില്ല. ശ്രദ്ധിക്കണം, നിസ്കരിക്കാൻ വേറെ തുണിയില്ല, ഈ ഉള്ള ഭാഗം കഴുകാൻ സൗകര്യവും ഇല്ല എങ്കിൽ ആ തുണി എടുത്ത് നിസ്കരിക്കാം. കാരണം എന്താ? അത് മദജലം കലരാതെ വന്ന മനിയാണ്, അത് ശുദ്ധിയുള്ളതാണ്. അത് വസ്ത്രത്തിലായി, ഇപ്പൊ കഫം വസ്ത്രത്തിലായി അല്ലെങ്കിൽ തുപ്പലം വസ്ത്രത്തിലായി. കഫം എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നും നെഞ്ചിന്റെ ഭാഗത്തിൽ നിന്നും വരുന്ന കഫമാണ്, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫമല്ല. അത് നമ്മൾ നോമ്പ് മുറിയുന്ന മറ്റു മസ്അലകളിൽ ആ കഫത്തിന്റെ മസ്അല വരും. നോമ്പുകാരനായിരിക്കെ കുരക്കുമ്പോ വായയിലേക്ക് കഫം വന്നാൽ ആ കഫം എന്തു ചെയ്യണം? അത് വളരെയധികം നോമ്പുള്ള സമയത്ത് പഠിക്കേണ്ട ഒരു മസ്അലയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾക്കത്തെ ക്ലാസ്സിൽ വരും. അപ്പൊ അതുകൊണ്ട് സാധാ നജസല്ലാത്ത കഫം അത് വസ്ത്രത്തിലായി അല്ലെങ്കിൽ തുപ്പലം വസ്ത്രത്തിലായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിസ്കരിക്കാൻ അത് കഴുകണോ എന്നതുപോലെ തന്നെയാണ് ഈ മനിയിൻ്റെതായും വിധി. അപ്പൊ ഞാൻ പറയുന്നത്, വസ്ത്രത്തിൽ കണ്ട ഒരു നനവ്, ഒരു വസ്തു, അത് മനിയാണോ മതിയാണോ എന്ന് സംശയം വന്നാൽ, ആ പുറപ്പെട്ട വസ്തു എന്താണെന്ന് സംശയം വന്നാൽ അവൻ ഇഷ്ടം പ്രവർത്തിക്കണം. അവൻ മനിയാണെന്ന് വെക്കുകയാണോ എങ്കിൽ മനിയാണെന്ന് വെച്ചോ കുളിക്കണം. അല്ല ഓനത് മതിയാണെന്ന് വെക്കുകയാണോ കഴുകി വൃത്തിയാക്കി ഒലുണ്ടാക്കിയാൽ മതി. നിസ്കരിക്കണമെങ്കിൽ ഒലുണ്ടാക്കണം, അല്ല നിസ്കരിക്കണില്ലെങ്കിലോ കഴുകി വൃത്തിയാക്കും വേണം. ഇനി അവിടെ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഈ കണ്ടത് മനിയാണെന്ന് വെച്ചു, ഓൻ കുളിച്ചു. പക്ഷെ ഈ മനിയ് ആവാൻ എപ്പോഴാണിത് വസ്ത്രത്തിലാവാൻ സാധ്യത? അതിന്റെ ശേഷമുള്ള നിസ്കാരം അപ്പോൾ മടക്കി നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ ഒരു മസ്അല കൂടി എല്ലാവരും സാന്ദർഭികമായി മനസ്സിലാക്കുന്നത് നല്ലതാ. നമ്മള് തലേ ദിവസം, ഉദാഹരണം പറയാം, അന്ന് ചൊവ്വാഴ്ച, ഇന്നലെ രാത്രി ഉറങ്ങുന്ന നേരത്തൊരു തുണി ധരിച്ചു. നമ്മൾ നേരം വെളുത്തപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല. എത്രയോ സംഭവിക്കാം. നേരം വെളുത്തപ്പോ സ്ഖലനമുണ്ടായതൊന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മളത് ഒലുണ്ടാക്കി സുബഹി നിസ്കരിച്ചു, ആ തുണി അവരെ കഴിച്ചതും ചെയ്തു. പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഫാൻ്റൊക്കെ ധരിച്ച് ഓഫീസിൽ പോയി. 2 മണിക്ക് റൂമിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് വിശ്രമിക്കാൻ വേണ്ടി തുണി എടുത്തതാ. തുണി എടുത്തപ്പോ അതിൽ മനിയ് കണ്ടു. ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇവൻ രാവിലെ ഒന്നിപ്പത് ഉറങ്ങേണ്ട ഈ തുണി എടുത്ത് അവൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ എടുത്ത തുണിയാണ് ഈ തുണി. അപ്പൊ പിന്നെ ഓന് സുബഹിന്റെ ശേഷം ഓന് ഒലുണ്ടാക്കി നിസ്കരിച്ചതാ. ഈ വസ്ത്രത്തിൽ കാണുന്ന മനിയ് ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ ആവാനേ സാധ്യതയുള്ളൂ, വേറൊരു സമയത്ത് ആവാൻ സാധ്യതയില്ല. എങ്കിൽ അവൻ സുബഹി ഖളാ വീട്ടേണ്ടി വരും. അങ്ങനെ ഒരു മസ്അല ഉണ്ട്, സുബഹി ഖളാ വീട്ടേണ്ടി വരും. ഇനി നമുക്ക് വേറൊന്നിലേക്ക് ഇങ്ങോട്ട് വരാം. ഇന്നലെ ഉച്ചക്ക്
ധരിച്ച് മാറ്റി ഉറങ്ങിയ തുണിയാണ്. ആ തുണി ഇന്നലെ മൈരിബിക്കും അവൻ അവിടെ ഒഴിച്ചിട്ട് പിന്നെ അവൻ എന്ത് ചെയ്തു? ഓന് ഫാൻ്റെ ഒക്കെ ഇട്ട് എവിടെയോ വേറെ ഏതോ റൂമിൽ പോയി. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചക്ക് വന്നതാ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരത്ത് റൂമിലെത്തി ഒന്ന് മാറ്റാൻ വേണ്ടി തുണി എടുത്തതാ. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ കാണാ ഏത്? ഈ തുണിയിൽ മനിയ് കണ്ടു. ഒരു കാര്യം ഉറപ്പല്ലേ, ഈ തുണി ഓന് ഇന്നലെ ഉച്ചക്ക് ധരിച്ചു ഉറങ്ങിയ തുണിയാണ്. ഈ കണ്ട മനിയ് ആ ഉറക്കത്തിൽ പുറപ്പെട്ട മനിയാവാനേ സാധ്യതയുള്ളൂ. അപ്പൊ അവരെന്ത് വേണം? കുലിച്ചു വൃത്തിയാക്കി അവൻ മഗ്രിബി അത് ആവാൻ സാധ്യതയുള്ള ആ മനിയ് പുറപ്പെട്ടതിനു ശേഷം സംഭവിക്കുന്ന നിസ്കാരങ്ങളെല്ലാം മടക്കി നിസ്കരിക്കേണ്ടി വരും. ഇതൊക്കെ ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് കേട്ടോ. പല ചെറുപ്പക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞാനൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്. ഇനി അവിടെ തന്നെ മറ്റൊരു മസ്അല പറയാം. അതായത് രണ്ടാല് കൂതിച്ച് ഒരു വിരിപ്പിൽ കിടന്നുറങ്ങി, ഇല്ലേ? രണ്ടാല് കൂതിച്ച് ഒരു വിരിപ്പിൽ ഉറങ്ങി. ഒരു കമ്പിളി അല്ലെങ്കിൽ ബ്ലാക്കറ്റോ അല്ലെങ്കിൽ ഒരു പുതപ്പ് അത് വിരിച്ചിട്ട് രണ്ടാല് കിടന്നുറങ്ങി. ഇതിൽ എന്ത് കാണാനുണ്ട്? മനിയ് കാണാനുണ്ട്. ഈ വിരിച്ച വിരിപ്പില് രണ്ടാല് കൂതി ഉറങ്ങിയതാണ്. അത് ഇവന്റേതാവാം ഇവന്റേതും ആവാം. എന്നാൽ അവരുടെ മസ്അല എന്താ? രണ്ടാലും കുളിക്കണ്ടാണ് ആ മസ്അല. രണ്ടാലും കുളിക്കണ്ട. നേരെ മറിച്ച് ഇവന്റേത് മാത്രമേ ആവാൻ സാധ്യതയുള്ളൂ. ഒരു വിരിപ്പിൽ എന്ത് കണ്ടു? മനിയ് കണ്ടു. ഇവനിൽ നിന്നല്ലാതെ ഈ മനിയ് ആ വിരിപ്പിൽ ആവാൻ മറ്റൊരു സാധ്യത ഇല്ലതാനും. എങ്കിൽ ഇവൻ കുളിക്കണം. അതിന്റെ ശേഷം വച്ച നിസ്കാരങ്ങളും ഈ വിരിപ്പിൽ ഈ മനിയ് ആവാൻ സാധ്യത വന്നതിനു ശേഷം നിസ്കാരങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കലും നിർബന്ധമാകും. നേരെ മറിച്ചൊരു വിരിപ്പിൽ മനിയ് കണ്ടു. ഇവനിൽ നിന്നുമാവാം മറ്റൊരുത്തനിൽ നിന്നുമാവാം. രണ്ടാൽ ഉപയോഗിക്കുന്ന വിരിപ്പാണ്, അല്ലെങ്കിൽ രണ്ടാൽ ഉപയോഗിക്കുന്ന പുതപ്പാണ്. ഇവനിൽ നിന്നാണോ ആയത് അവനിൽ നിന്നാണോ ആയത് എന്നറിയില്ല. ഇങ്ങനെ വരുമ്പോൾ രണ്ടാൾക്കും കുലി നിർബന്ധമില്ല. അവരെ മസല രണ്ടാലും കുലിക്കണ്ട. കാരണം ഇന്റെ കാഴ്ചയിൽ ഓന്റെതാണ്, കൂലി നിർബന്ധമില്ല. ഓന്റെ കാഴ്ചയിൽ ആരടുക്കെന്നാണ്? ഇന്റെ അടുക്കെന്നാണ്. അപ്പൊ ഓനക്കും കൂലി നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്കാൽ എന്നാൽ ഉസ്താദെ ആരോ ഒരാളേക്കണത് വന്നിക്കണല്ലോ, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ മസല, അങ്ങനെ തന്നെയാണ് അത് മസല. മറ്റൊരാളിൽ ഈ വിരിപ്പിൽ കണ്ട മനിയ് മറ്റൊരാളിൽ നിന്ന് ആവാൻ സാധ്യത ഇല്ലാത്തപ്പോൾ അത് ഇവനിക്ക് നിർബന്ധമാവും. മറ്റൊരാളിൽ നിന്ന് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതെന്താണ്? എഹ്തിമാലുണ്ടെങ്കിൽ അവിടെ രണ്ടാൾക്കും കൂലി നിർബന്ധമാവില്ല. ഇന്റെ കണക്കിൽ ഓന്റെ അടുക്കെന്നാണ്, ഇന്റെ കണ്ണല്ല, അപ്പൊ കൂലി നിർബന്ധമില്ല. ഓന്റെ അടുക്കൽ ഇന്റെ കണ്ണാണ്, അപ്പൊ ഓനക്കും കൂലി നിർബന്ധമില്ല. രണ്ടാൾക്കോടെ കൂലി നിർബന്ധമാവില്ല. വെള്ളത്തിന് ലാഭം എന്ന് കൂത്തപ്പോ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അതിന്റെ വിഷയം ആ ഒരു മസാല അങ്ങനെയാണ്. ഞാൻ ഉള്ള സമയം ചുരുക്കി പറയാണ്. കാരണം പുതിയ ശ്രോതാക്കൾ എന്തെങ്കിലും ഒരു വിഷയം പൂർത്തീകരിച്ച് അവർ മനസ്സിലാക്കാൻ, ഇത് തിരിയാത്തവര് മറ്റു ക്ലാസിന്റെ സൈറ്റുകളിൽ പോയി ഇതെല്ലാം വിശദമായി പറഞ്ഞ പല ക്ലാസ്സുകളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയം നല്ല ശ്രദ്ധിക്കണം. ഭാര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മസാലയാണ്. ഇതൊന്നും നമ്മുടെ സാധാരണ സ്ത്രീകൾക്ക്, ഞാൻ പറഞ്ഞില്ലേ ആയേക്കാം എന്ന് വിചാരിച്ച് കുലിക്കൽ ഹറാമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ മസല, വസ്ത്രത്തിൽ നനവ് കണ്ടാൽ അത് സ്ത്രീയെയും ബാധിക്കും പുരുഷനെയും ബാധിക്കും. ഇനി സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു മനിയിന്റെ മസല, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു, ജിമാവ് അല്ലെങ്കിൽ വത്ത് ഏതോ ആവട്ടെ, രണ്ടും ഒന്ന് തന്നെ. പിന്നെ വത്തുവിനും ജിമാവിനൊക്കെ വ്യത്യസ്ത പേര് വരാനുള്ള കാരണം അതൊക്കെയും ലുഗവിയായ ചർച്ചകളാണ്. ആ ഭാഗത്തൊന്നും ഇപ്പോ സാധാരണക്കാർക്ക് അത് ആവശ്യമില്ല. സാധാരണക്കാർക്ക് സംഗതി നടന്നോ കൊലി നിർബന്ധമായോ എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. ഞാനിപ്പീ ചെയ്തതിന് വത്തുവിനാ പറയാ, ഇപ്പീ ചെയ്തതിന് ജിമാവിനാ പറയാ. അതൊന്നും ഇപ്പൊ സാധാരണക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. കുലി നിർബന്ധമായോ കുലിക്കണോ ഇല്ലേന്ന് ഇപ്പൊ സാധാരണക്കാർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു, ഓരങ്ങനെ സുബൈയുടെ മുന്നേ കുലിച്ചു, അല്ലെങ്കിൽ സുബൈന്റെ ശേഷം, അല്ലെങ്കിൽ അവരുടെ നിർബന്ധമായ കുലി കഴിഞ്ഞു. കുലിയൊക്കെയും കഴിഞ്ഞിങ്ങാണ്ട് വീണ്ടും ഈ സ്ത്രീ മൂത്രമൊഴിക്കാൻ പോയതാ. അപ്പൊ എന്ത് മനിയ് പുറപ്പെടുന്നു. അവരെ ഒരു മസ്അല അതിന്റെ ഇടയിൽ ഒന്ന് മനസ്സിലാക്കാണ്ട്. എന്താ മനസ്സിലാക്കാനുള്ളത്? ഒരാളുടെ മനിയ് പുറപ്പെട്ടു, ഓണ്ടാക്കി ആ പുറപ്പെട്ട മനിയ് വീണ്ടും അകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. ചിലപ്പോ കുത്തിക്കളി ഉണ്ടാവുകയെ, അങ്ങനെ ഒരു കുത്തിക്കളി. ഒരാളിൽ നിന്ന് പുറപ്പെട്ട മനിയ് അത് പുറപ്പെട്ടതിനു ശേഷം വീണ്ടും അത് അകത്തേക്കാക്കി. എന്നാൽ
ആ മനിയ് വീണ്ടും പുറപ്പെട്ടു സാധിക്കുമോന്നോ? ഞാൻ നിങ്ങളെ ഇഷ്കാലാക്കിയ സാധിക്കും. കാരണം ബീജനിക്ഷേപം എന്നൊരു മസല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ബീജനിക്ഷേപം എന്നൊരു മസല, പുരുഷന്റെ ബീജം പുറത്തേക്കെടുത്ത് സ്ത്രീയിൽ ബീജം പ്രവേശിപ്പിക്കുക. അപ്പൊ പുറത്തേക്കെടുത്ത ബീജം അകത്തേക്കാക്കാം. അത് ഒരാളുടെ മനിയ് മറ്റൊരാളുടെ ആക്കാം, അല്ലെങ്കിൽ ഇവന്റേത് തന്നെ ആക്കി അങ്ങനെ വെക്കുക. ഇങ്ങോട്ട് പുറപ്പെട്ടതിനു ശേഷം രണ്ടാമത് പ്രവേശിപ്പിച്ചു, ഇസ്തിദ്ഖാല്. പിന്നെ അങ്ങോട്ട് തന്നെയാക്കി ആ മനിയ് വീണ്ടും പുറത്തേക്ക് വന്നു എങ്കിൽ അവിടെ കൊല്ലി നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരാളുടെ മനിയ് മറ്റൊരാളിൽ നിന്ന് പുറപ്പെട്ടു, പുരുഷന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ നമ്മൾ പറഞ്ഞ മസല എന്താ? ഒരു സ്ത്രീ കുളിച്ചു ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ എന്താവാം ഭർത്താവന്നെ ആയിക്കോന്ന് ചോദിക്കാൻ ഒരു മസല പറയുമ്പോ ഒക്കെയും പറയണല്ലോ. അതുകൊണ്ട് അതിനൊരു വ്യഭിചാരത്തിനുള്ള ഫത്വയാണ് ആരും കരുതരുത്. എന്താണ്? വ്യഭിചരിച്ചതാണ്. ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചു, സംഗതി വ്യഭിചരിച്ചു, കുലി നിർബന്ധമായല്ലോ. വ്യഭിചാരം ഹറാമ്, കടുത്ത തെറ്റ്, പക്ഷെ കുലി നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഒരു വ്യഭിചരിക്കപ്പെട്ട പെണ്ണിൽ നിന്ന് അവൾ കുലിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ വ്യഭിചാരത്തിന്റെ മസാലത്തിലേക്ക് നമ്മൾ കടക്കാതിരിക്കാൻ കാരണം ഒരു അബദ്ധത്തിൽ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു, അവന്റെ ബുദ്ധിമോശം കൊണ്ട് ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് സംഭവിച്ചു, അവർക്കും മസാല അറിയണ്ടേ? അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പിന്നെ നമ്മുടെ ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളിൽ അത്തരം ചിന്താഗതിക്കാരില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യഭിചാരത്തിന്റെ മസാലകളിലേക്കൊന്നും കടക്കാത്തത്. എങ്കിലും ഒരു ഫിഖ്ഹിയായ മസാല എന്ന നിലക്ക് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് പുരുഷൻ സ്ത്രീയിൽ ബന്ധപ്പെട്ടതിനു ശേഷം കുലിയെല്ലാം കഴിഞ്ഞ് പുരുഷന്റെ മനിയ് സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ടു എങ്കിൽ ഈ പെണ്ണിന് കുലിക്കണോ കുലിക്കണ്ടേ? ഒറ്റവാക്കിൽ കുലിക്കണ്ടാന്നും പറയാൻ പറ്റൂല, ഒറ്റവാക്കിൽ കുലിക്കണം എന്നും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ചിലപ്പം കുലി നിർബന്ധമാകും, ചിലപ്പം കുലി നിർബന്ധമാകൂല. അതെങ്ങനെ? എപ്പോഴാ കുലി നിർബന്ധമാവുക? ഈ സ്ത്രീയിൽ ഈ പുരുഷൻ ബന്ധപ്പെട്ടപ്പോൾ ഈ സ്ത്രീയുടെ വികാരം പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടല കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്ത്രീക്ക് കൂടി മനിയ് പുറപ്പെടുന്ന സ്ഖലനമുണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ജിമാ ആണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വത്ത് ആണ് നടന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വത്തിനു ശേഷം ഒരു പെണ്ണ് കുലിക്കുകയും കുലി കഴിഞ്ഞതിനു ശേഷം ആ സ്ത്രീയിൽ നിന്ന് പുരുഷന്റെ മനിയ് പുറപ്പെടുകയും ചെയ്താൽ ഈ സ്ത്രീ രണ്ടാമത് കുലിക്കൽ നിർബന്ധമാണ്. എന്തേ കാരണം? കാരണം ഇവളുടെ മനിയ് അപ്പൊ അവിടെ ഇഷ്കാല് വരുന്നെന്താ? പുരുഷന്റെ മനിയ് മറ്റൊരുത്തനിൽ നിന്ന് അഥവാ സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടാൽ കുലി നിർബന്ധമില്ല. പക്ഷെ ഇവിടെ കുലി നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ? വികാരം സ്ത്രീയുടെ ആവശ്യവും പൂർത്തീകരിക്കുന്ന രൂപത്തിൽ, അവരുടെ വികാരവും ഇളകി പുറപ്പെടുന്ന രൂപത്തിൽ, അവർക്കും ആസ്വാദനവും ഉന്മേഷവും ഉണ്ടാവുന്ന രൂപത്തിലാണ് ജിമാ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ പുരുഷന്റെ മനിയിനോട് ഈ സ്ത്രീയുടെ മനിയ് കലരാൻ സാധ്യത വളരെ അധികമാണ്. അപ്പൊ ഈ സ്ത്രീയിൽ നിന്ന് പുരുഷന്റെ മനിയ് പുറപ്പെടുമ്പോൾ അതിൻ്റെ ഒപ്പം ആരുടെ മനിയും ഉണ്ടാകും, ഈ പെണ്ണിന്റെ മനിയും ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ സാധ്യത പരിഗണിച്ചിട്ടാണ് ഇങ്ങനത്തെ കോലത്തിൽ രണ്ടാമത് പെണ്ണ് കുലിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. ഇനിയോ ജിമാ നടന്നു, വത്ത് നടന്നിരിക്കുന്നു, പക്ഷെ ഈ സ്ത്രീയുടെ വികാരം ഇളകി പുറപ്പെടാത്ത രൂപത്തിൽ, ഈ സ്ത്രീക്ക് വികാരം വരാത്ത രൂപത്തിൽ. ഉദാഹരണം, ഈ ഒരു ചെറിയ പെൺകുട്ടിയാ, ഒരു 6 വയസ്സായ പെൺകുട്ടിയാ. എന്താ 6 വയസ്സായ പെൺകുട്ടിനെ കല്യാണം കഴിച്ചൂടെ? അല്ലെങ്കിൽ ഒരു 6 വയസ്സായ കുട്ടിനെ ഇവൻ വ്യഭിചരിച്ചതാണ്, അങ്ങനെയും വരാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നൊക്കെ നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കുന്നില്ലേ? 2, 3 വയസ്സായ കുട്ടികളെ. ഇപ്പോൾ 5-6 മാസം മുന്നേ 3-4 വയസ്സായ ഒരു കുട്ടിയെ, അമ്മയുടെ ഒപ്പം കിടക്കുന്ന കുട്ടിയെ മെഡിക്കൽ കോളേജിൽ വെച്ച് സംഭവിച്ചത്. അപ്പൊ അതിപ്പോ വിചാരം ആവാം. ഞാൻ പറയുന്നത് ഫിഖിയായ മസല എന്ന നിലക്കാത്തോ, നമുക്ക് അതിനത് ഒഴിവാക്കാം. നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒരു ചെറിയ പെൺകുട്ടിയാണ് അവന്റെ ഭാര്യ.
അവന്റെ ഭാര്യ ചെറിയ പെൺകുട്ടിയാ, ഒരു വികാരമൊന്നും ഉണ്ടാവാതെ പ്രായം ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ചെറിയ ഭാര്യനെ അവൻ വത്തുക ചെയ്തു. അവനിക്ക് വികാരം ഉണ്ടായി. പക്ഷെ ഈ ചെറിയ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടിക്കും കുലിർബന്ധായി. കാരണം അത് വേറെ വിഷയം. എന്നാലോ ഈ പെൺകുട്ടി കുലിച്ചതിനു ശേഷം ഈ പെൺകുട്ടി മൂത്രമൊഴിക്കുമ്പോഴോ അല്ലാത്ത നിലക്കോ മനിയ് വന്നു. അവരെ ഈ കുട്ടി കുലിക്കണ്ട. കാരണം എന്താ, ഈ കുട്ടിക്ക് വികാരം ഇളകി പുറപ്പെടാത്തത് കൊണ്ട് ഈ പുറപ്പെട്ട മനിയ് ഈ പുരുഷന്റെ മനിയ് മാത്രമാവാനേ സാധ്യതയുള്ളൂ. ആ മനിയിൽ ഈ പെൺകുട്ടിയുടെ മനിയ് കലരാൻ ഇഖ്തിലാത്തിന് സാധ്യത തീരെയില്ല. അപ്പൊ അതുകൊണ്ട് കുലിക്കണ്ട. അങ്ങനെ ഒരു കൊലം. ഇനി എന്താണ്, ഭാര്യനെ ഒന്നാം നമ്പർ 35 വയസ്സായ യുവതി തന്നെയാണ്. പക്ഷെ 37 കൂർക്കം വലിച്ചുറങ്ങുക. പക്ഷെ 37 കുറെ ഒന്താനൊക്കെ നോക്കി. പക്ഷെ 37 ഉണരുന്നില്ല. ഇബന്റെ കാര്യം അത് ഒപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആവല്ലോ. അതൊന്നും വിചാരിക്കരുത് കേട്ടോ. മസലയായിട്ട് തന്നെ പോട്ടെ. ഇബന്റെ കാര്യം ഒപ്പിച്ച്. പക്ഷെ ഈ പാവം പെൺകുട്ടി വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല. നേരം സുബൈക്ക് വിളിച്ചപ്പോ അവന് കുളിച്ചാൻ പോരേന്നാണ്. എന്തേന്ന് വെച്ച് അജ്ജിപ്പോ ഈ വിഷയമൊന്നും അറിഞ്ഞിട്ടില്ലേ, സംഗതി എനിക്ക് കുലി നിർബന്ധിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ അങ്ങനെ ആ പെണ്ണ് കൊലിച്ചു വൃത്തിയായി. പക്ഷെ കൊലിച്ചതിനു ശേഷം മനിയ് പുറപ്പെട്ടു. ഈ പെണ്ണിൽ നിന്ന് പുരുഷന്റെ മനിയ് പുറപ്പെട്ടു. ആ പെണ്ണിന് രണ്ടാമത്തെ പ്രാവശ്യം കുലിക്കണ്ട. എന്തേ കാരണം, ഇവര് വിവരേ അറിഞ്ഞിട്ടില്ല. ഇവരുടെ ഈ പുറപ്പെട്ട പുരുഷന്റെ മനിയ് പുറപ്പെട്ടത്, അതിനോട് ഇവളുടെ മനിയ് കലരണമെങ്കിൽ ഇവൾക്ക് മനിയ് പുറപ്പെടണ്ടേ. ഇവൾ പ്രായപൂർത്തിയായതും നല്ല ആരോഗ്യമുള്ള പെണ്ണാണ്. ഫിഖഹിന്റെ കിതാബിൽ പറയുന്നത് ഔ നായിമത്തൻ, ഈ പെണ്ണ് സുഖമായി കിടന്നുറങ്ങാണ്. ഈ പെണ്ണ് വിഷയമൊന്നും അറിഞ്ഞില്ല. ഇനി ഉറങ്ങുവല്ല, എങ്ങനെയാവാം, ഉറങ്ങുവല്ല, ചെറിയ പെൺകുട്ടിയല്ല, അറിഞ്ഞും കൊണ്ട് തന്നെയാണ് സംഗതിയൊക്കെ നടക്കുന്നത്. ഭർത്താവായ ഇവൻ ഭാര്യയാവുന്ന അവരിൽ ബന്ധപ്പെട്ടു, നല്ല ഉണർവ് തന്നെ. പക്ഷെ ഇവർക്കൊരു കാര്യം കിട്ടിയില്ല. ഇബന്റെ കാര്യം ഒപ്പിച്ചു എന്നല്ലാതെ ഞാനിതൊരു തമാശക്ക് പറഞ്ഞതല്ല. വലിയൊരു ഹറാമാണ് ആ ചെയ്യുന്നത്, വലിയൊരു ഹറാമാ. അങ്ങനെ ചില പുരുഷന്മാരുണ്ട്, അവനവന്റെ കാര്യം കഴിയും, മുപ്പര് പോയി. എന്നാ കേൾക്കണോ, റസൂലുള്ളാന്റെ ഹദീസിൽ കാണാം, മഹദിയായ ആയിഷ ബീവി പറഞ്ഞതായി കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൻസാലായാൽ കുറെ സമയം എന്റെ നെഞ്ചത്ത് മഹാനായ റസൂലുള്ള കടന്നു തരും. എന്തിന്? ഈ സ്ത്രീയാവുന്ന ഭാര്യയുടെ ആവശ്യപൂർത്തീകരണത്തിന്. അപ്പൊ നമ്മൾ വെറുതെ അത് അല്ല, ഞാനിപ്പോ ഒരു തമാശ ഉണ്ട്, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. വിഷയത്തിന്റെ ഗൗരവം തിരിയാനാ. മുമ്പ് സൗദി അറേബ്യയിൽ നിന്നൊരു ഭർത്താവ് ലീവിൽ വന്ന ദിവസം ഓനെന്തൊക്കെ ചെയ്തു, ഇവർക്കൊരു കാര്യം കിട്ടിയില്ല. സംഗതി ഓന്റെ കാര്യങ്ങളൊക്കെ കണ്ട് പൂർത്തിയായി. നേരം വെളുത്ത് ഈ സ്ത്രീ മുറ്റം മരിച്ചു വരുമ്പോ കോഴി ചേക്കുന്നത് കണ്ടു. സെക്കൻഡ് കൊണ്ട് കയ്യല്ലപ്പതും. അപ്പൊ ഈ കോഴിനോട് ഈ സ്ത്രീ ചോദിച്ചത്രേ, കോഴിയെ ഇജും സൗദിയാണ് ലീവിൽ വന്നതാണോന്ന്. ഞാനിത് തമാശല്ല, ഭാര്യന്മാരോടൊരു ഹക്കുണ്ട്. ഇജും സൗദിയന് ലീവിൽ വന്നതാണോ? കാരണം ഈ കോലം തന്നെയാണ് ഇന്നലെ നിക്കുണ്ടായത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ. ഇന്നെന്താ ഇപ്പൊ ഗൾഫുകാരുടെയൊക്കെ ഒരു അവസ്ഥ? 2 കൊല്ലം 3 കൊല്ലക്കല്ലേ ഗൾഫ് ജീവിതം. അല്ലാഹുത്താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ക്ഷമിക്കല്ലാതെ നമ്മുടെ ഭാര്യന്മാരൊക്കെ നല്ലോണം ബോധവൽക്കരണം നടത്തണം. ഒരു സ്ത്രീക്ക് ഏറിക്കഴിഞ്ഞാലും 4 മാസം ക്ഷമിക്കാൻ സാധിക്കുക, പിന്നെ ക്ഷമിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഭാര്യന്മാരൊക്കെ എത്രയോ ക്ഷമ പാലിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ആ ക്ഷമയുടെ നെല്ലിപ്പതി അതിരി കടക്കും നമ്മുടെ TV കണ്ടാൽ. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ പെണ്ണിങ്ങനെ വികാരം പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എത്രയോ ഗൾഫുകാർ എനിക്ക് വിളിച്ചിട്ടുണ്ട്, ഉസ്താദെ 4 കൊല്ലമായി ഞാൻ നാട്ടിൽ പോയിട്ട്, കടം കാരണം ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, ഞാൻ നാട്ടിൽ പോയിട്ട് 4 കൊല്ലമായി 5 കൊല്ലമായി. ഞാൻ ആ സമയത്തൊക്കെ ചിന്തിക്കും, അവരൊക്കെ ഒരു ഭാര്യന്മാരുടെ ക്ഷമയും ആ ക്ഷമിച്ചതിനുള്ള കൂലിയും. അപ്പൊ ഞാൻ പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഹക്കുണ്ട്. അത് നിറവേറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഫോൺ വിളിച്ചിട്ടൊന്നും ഭാര്യന്മാരോട് ചൂടാവരുത്. കാരണം അവരൊക്കെ എത്രയോ ക്ഷമിച്ചിട്ടാണ് അവരൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ ഭാര്യന്മാർക്കും നമ്മുടെ പെൺമക്കൾക്കൊക്കെയും
ചെയ്യും. അള്ളാഹുവേ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. അവര് കാരണം ദുനിയാവില് ഒരു നിലക്കും ഞങ്ങളെ നീ വഷൽ തരത്തിലാക്കരുത് അല്ലാ. ഇനി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ 3 കോലം. ഒന്നിരിക്ക പെൺകുട്ടി ചെറുതാണ്, അല്ലെങ്കിൽ അവൾ ആളയ്ക്കും വലിയ പെൺകുട്ടി തന്നെ, വലിയ സ്ത്രീ തന്നെയാണ്. അവൾ ഉറങ്ങിക്കിടക്കുന്നത് കാരണം അവൾക്ക് വികാരമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ചെറുതുമല്ല ഉറങ്ങുമല്ല. ഇവന്റെ ആവശ്യം പൂർത്തീകരിച്ചെങ്കിലും അവളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടില്ല. അവൾക്കൊരു മനിയ് പുറപ്പെടുന്ന രൂപത്തിലുള്ള ജിമാഅ് നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പെണ്ണ് അശ്വപ്രവേശിക്കൽ കൊണ്ട് കുലി നിർബന്ധമായല്ലോ. കുലിച്ച് ശുദ്ധിയായി വീണ്ടും മനിയ് കണ്ടു, ഒരു കാരണവശാലും കുലിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ത്രീയെ മാത്രം ബന്ധിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം സ്ത്രീകൾക്ക് വേണ്ടി പല പുരുഷന്മാരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ എനിക്കൊരു അവസ്ഥ ഉണ്ട്, ഒരു 3 ആൾക്കാർ ചോദിച്ചാൽ അത് പരസ്യമായി പാതി. കാരണം ഒരു 3 ആൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു 10 ആളെ വെച്ച് കൂട്ടിയ ഒരു 30 ആൾക്കെങ്കിലും ഈ വിഷയത്തിലൊക്കെ സംശയം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, മദ്രസയുടെ കഞ്ഞിമൂല പോലും കാണാത്ത എത്രയോ ശ്രോതാക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവർക്കൊക്കെ ഇത് ഉപകരിക്കും. അല്ലാഹു തആല നമ്മുടെ കുലി, അപ്പൊ ഞാൻ പറയുന്നത്, ഒരു കുലിക്കുമ്പോ കുലി നിർബന്ധയിക്കണോ അല്ലെങ്കിൽ സുന്നത്തയിക്കണോ നമ്മൾ ചിന്തിക്കണം. കുലി നിർബന്ധമില്ല, സുന്നത്തില്ലാതെ പിന്നെ നിർബന്ധമായ കുലിയുടെ നിയ്യത്തും വെച്ച് കുലിക്കുക. അല്ല, സുന്നത്തായ കുലിയും നിർബന്ധമായ കുലി അല്ലാത്ത കുലി കുലിക്കാൻ പാടില്ല എന്നല്ല മസല. തണുപ്പിന് വേണ്ടി കുലിക്കാം, ഫ്രഷ് ആവാൻ കുലിക്കാം, ചളി കളിയാൻ കുലിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ആ ഒരു കുലി നിർബന്ധമില്ല, പിന്നെ നിർബന്ധയിക്കണോന്നും വിചാരിച്ചെങ്ങാതി സംശയം വെച്ചിട്ട് ആയേക്കാം എന്ന് സംശയം വെച്ച് നിർബന്ധമായ കുലി, ജനാബത്തിന് ഉയർത്തലിനെ കരുതി അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി എന്ന് നിയ്യത്ത് വെച്ച് ആവശ്യമില്ലാത്ത കുലി കുലിക്കുമ്പോൾ അക്കുലി ഹറാമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുലി കളിയല്ല. ചിലപ്പം ഹറാമാവുന്ന അവസ്ഥയിലേക്ക് പലവരുടെയും കുലി എത്തിച്ചേരുന്നുണ്ട് എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇത് പൊതുവില് പുരുഷന്മാരും സ്ത്രീകളൊക്കെ അറിയേണ്ട വിഷയമാണ്. ഇനി നമുക്ക് നോമ്പിന്റെ കുലിയിലേക്ക് വരാം. നോമ്പിന്റെ കുലിയിലേക്ക് പല പ്രാവശ്യം ഹൈലിന്റെ നിഫാസിന്റെ അല്ലെങ്കിൽ മറ്റു മസാലകളൊക്കെ പറയുന്നതാണെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരുപാട് ആൾക്കാർക്കൊരു തെറ്റുധാരണയുള്ള വിഷയമായതുകൊണ്ട് പലപ്പോഴും പറയുമ്പോ പലവരും കേൾക്കാൻ സാധ്യതയുണ്ടാകും എന്ന നിലക്ക് തന്നെ ഞാൻ പറയുന്നു. നമ്മൾ റമളാൻ മാസമാണ് വരുന്നത്, ഒരുപാട് സംശയങ്ങൾ അതിലുണ്ട്. ഞാനൊരു അനുഭവം പറയട്ടെ. എത്രയോ പുരുഷന്മാര് പല സ്ഥലങ്ങളിലും വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഉസ്താദെ, ഈ നിയ്യത്ത് വെച്ചാൽ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമോ? നമ്മൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് കളിയും കളിച്ചോളി, ഏത് കളിയും കളിക്കാം, ഏതാനക്കളിയോ അല്ലെങ്കിൽ ചെസ് കളിയോ ഏത് കളിയും കളിക്കാം, ഒരു കളിക്കാത്ത അവസ്ഥയില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്ടാ അങ്ങനെ പറയുമ്പോ പല പുരുഷന്മാരും പറയും, ഉസ്താദ് എന്നാൽ സ്ത്രീകളുടെ ക്ലാസ്സിൽ ഒന്ന് തുറന്ന് പറഞ്ഞോ. കാരണം സ്ത്രീകൾക്കൊരു വിശ്വാസമുണ്ട്, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച പിന്നെ ഒന്നും പാടില്ല. ചില സ്ത്രീകൾ എന്തുവരെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ മുൻകൂട്ടി പറയണം, എന്നാ പിന്നെ നിയ്യത്ത് പിന്നെ വെച്ചാൽ മതിയല്ലോ. കാരണം മിക്ക ആൾക്കാരും ഇപ്പൊ നെയ്യത്ത് വെക്ക തറാവീസ്കാരം കഴിഞ്ഞിട്ടാ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നെയ്യത്തിലൊക്കെ വരുന്ന അബദ്ധം. എത്ര ആൾക്കാരെ നോമ്പാ ബാത്തിലാകുന്നിച്ചിട്ടാ? 1-2 ആൾക്കാരെ നോമ്പോ, 1-2. ഞാനൊന്ന് സൂചിപ്പിക്കാണ്, ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ഒരു നിയ്യത്ത് ചൊല്ലിക്കൊടുക്കലുണ്ട് കേരളത്തിൽ. ഗൾഫിൽ അതില്ല, ഗൾഫിൽ അതെവിടെയും കണ്ടിട്ടില്ല. കേരളത്തിൽ ഒരു ഇമാം നിയ്യത്ത് ചൊല്ലിക്കൊടുക്കല്. ഈ സാധാരണക്കാര് വെറുതെ നാവുകൊണ്ട് അത് ചൊല്ലാണ്. ഈ സാധാരണക്കാരുടെ കൽബിൽ ആ നിയ്യത്തുമായി ഒരു ബന്ധമില്ല. മൊയ്ലേര് നവൈത്തു സൗമാദീൻ എന്താണ് വൈത്തു സൗമാദീൻ അന്നദായി, ഞാൻ കരുതി ഞാനും കരുതി, ഇജ്ജ് കരുതിയെങ്കിൽ ഞാനും കരുതി. ഈ ഒരു നാവ് കൊണ്ട് ചെല്ലല് എത്രയോ പള്ളികളില്. ഇതുകൊണ്ട് ഇതൊക്കെയും ചില സ്ഥലങ്ങളിൽ ചെന്ന് പറയുമ്പോ ഉസ്താദെ എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്നവരുണ്ട്. കാരണം ഉസ്താദ് അങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഒരു ഫാനുമൊക്കെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തറാവീസ്കാരം കഴിഞ്ഞ് വയലിന് പോവാല്ല നോക്കിയിട്ടോ സിയാറത്തിന് പോവാല്ല വണ്ടി ഏൽപ്പിച്ചത് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കണ്. ഒരു നാവേറ്റ് അങ്ങനെ ചൊല്ലി കഴിക്കാന്. എന്നിട്ടോ നേരം വെളുത്തിട്ട് നോമ്പും
നിയ്യത്ത് കൽബിലല്ലേ. അതുകൊണ്ട് നിയ്യത്തുമായി ബന്ധപ്പെട്ട മസ്അല പറയുമ്പോ അത്തരം സംശയത്തിലേക്കൊക്കെ ദൂരീകരിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇന്നോട് പല പുരുഷന്മാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് അതൊന്ന് വ്യക്തമായി പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കണം. കാരണം ഈ തറാവീസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാ പിന്നെ ഒന്നും പാടില്ല എന്ന് തെറ്റുധരിക്കുന്ന ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സഹോദരിമാരുണ്ട്. ഞാൻ വളരെ വ്യക്തമായി ആധികാരികമായി പറയുന്നു, നിയ്യത്ത് റമളാൻ മാസത്തിലെ നോമ്പ് പിറ്റേ ദിവസം രാത്രി പകലിൽ നോൽക്കാൻ വേണ്ടി റമളാൻ മാസത്തിലെ നോമ്പിനുള്ള നിയ്യത്ത് വെച്ചു വെച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. ഞാൻ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി വന്നാൽ വേറൊന്ന് കേൾക്കാം. റമളാൻ മാസം നോമ്പ് വെച്ച് പകലിലൊക്കെ എന്ത് ചെയ്തു ഉറങ്ങുമ്പോ സ്ഖലനമുണ്ടായാൽ പോയി ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പക്കാര്. കാരണം റമളാൻ മാസം നോമ്പ് വെച്ചിട്ട് പകലിൽ സ്ഖലനം ഉണ്ടായി എന്നുള്ളതാ. നോമ്പ് ഉറങ്ങാൻ കാരണം അപ്പൊ സ്ഖലനം ഉണ്ടായി, നോമ്പ് മുറിഞ്ഞു എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ചെറുപ്പക്കാരെ എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരുത്തണം. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അങ്ങനത്തെ സംശയങ്ങളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് റമളാൻ മാസത്തിൽ ഇനി പറയാം, റമളാനുമായി ബന്ധപ്പെട്ട മസ്അലയായതുകൊണ്ട് റമളാൻ മാസത്തിൽ കുലി നിർബന്ധമായി രാത്രി. അത് സുബഹിയുടെ മുന്നേ കുലിക്കൽ സുന്നത്തേ ഉള്ളൂ. സുബഹിന്റെ ശേഷം കുലിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. പിന്നെ സുബൈന്റെ മുന്നേ കുലിക്കൽ സുന്നത്ത് എന്ന് പറയാൻ കാന്ത, സാധാരണഗതിയിൽ കുലിക്കുമ്പോ അകത്തേക്ക് വെള്ളം ആവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നല്ല നിലയിൽ കുലിക്കാനും സൂക്ഷ്മത പാലിച്ചു കുലിക്കാനൊക്കെയും സൗകര്യമാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കുലി കഴിക്കുക എന്നുള്ളത്. അപ്പൊ നോമ്പ് കാലം കുലി നിർബന്ധമായിരിക്കെ എങ്ങോട്ട് പ്രവേശിച്ചു? നോമ്പിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. കാരണം കുലിയും നോമ്പും തമ്മിൽ സിഹത്തിന്റെ വിഷയത്തിൽ യാതൊരു ബന്ധവും ഇല്ല. നേരെ മറിച്ച് നിസ്കാരവും കുലിയുമാണ് ബന്ധമുള്ളത്. നിസ്കാരം സഹിയാവാൻ നിർബന്ധമായ കുലിയുണ്ടെങ്കിൽ കുലിക്കണം. നോമ്പ് സഹിയാവാൻ കുലി നിർബന്ധം അല്ല. അതിന്റെ പേരിൽ കുലിക്കണ്ടാന്നൊന്നുമല്ല മസ്അല. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുലി രണ്ട് വിധം. അതേതൊക്കെ? ഒന്ന് മത്ലൂബായ കുലി, അഥവാ മത്ലൂബ് എന്ന് പറഞ്ഞാല് ചെയ്യാൻ തേടപ്പെട്ട കുലി. തിരിഞ്ഞില്ല, എന്തായിരിക്കാം? ഒന്നിരിക്കൽ ആ കുലി സുന്നത്തായിരിക്കാം, അല്ലെങ്കിൽ ഉജൂബായിരിക്കാം. ഇതിനാണ് മത്ലൂബായ കുലി എന്ന് പറയാം. അങ്ങനെ നമ്മൾ മസ്അല എതയിൽ മത്ലൂബ് എന്ന് പറയുമ്പോ സാധാരണക്കാർക്ക് മസ്അല മനസ്സിലാവാൻ പ്രയാസമില്ലാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മത്ലൂബ് തേടപ്പെട്ട കുലി, അല്ലെങ്കിൽ മഅ്മൂറായ കുലി എന്ന് പറയാം, കൽപ്പിക്കപ്പെട്ട കുലി. ഒന്നിരിക്ക സുന്നത്തായ നിലക്ക് കൽപ്പിക്കപ്പെട്ട കുലി, അല്ലെങ്കിൽ കുലിക്കാൽ നിർബന്ധമായ നിലക്ക് കൽപ്പിക്കപ്പെട്ട കുലി. അപ്പൊ ഉദാഹരണം പറയാ, ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ടോ, അതല്ലെങ്കിൽ മനിയ് പുറപ്പെടൽ കൊണ്ടോ, ഹൈള് രക്തം നിൽക്കൽ കൊണ്ടോ, പ്രസവ രക്തം നിൽക്കൽ കൊണ്ടോ പോലോത്തത് കൊണ്ട് കുലി നിർബന്ധമാകുമല്ലോ. അക്കുലി അതൊരു നിർബന്ധമായ കുലിയാണ്. ഇനി സുന്നത്തായ കുലിയുണ്ട്. ഉദാഹരണം പറയാ, ജുമുഅക്ക് പോകാൻ വേണ്ടിയുള്ള കുലി. അപ്പൊ വെള്ളിയാഴ്ച റമളാനിൽ ജുമുഅക്കൊക്കെ പോകാൻ വേണ്ടി കുലിക്കുക. ഇനി അവിടെ കുലിയുമായി പറഞ്ഞപ്പോ ഒരു മസ്അല പറയുകയാണ്, റമളാനിന്റെ എല്ലാ രാത്രിയിലും കുലിക്കൽ സുന്നത്താ. റമളാനിന്റെ എല്ലാ രാത്രിയിലും കുലിക്കൽ സുന്നത്താ. സാധിക്കുന്നവരൊക്കെ ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരണം റമളാനിന്റെ രാത്രിയെ ബഹുമാനിച്ച് ഇൽമിന്റെ സദസ്സിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോ കുലിക്കൽ സുന്നത്താ. ജമാഅത്തിന് പോകുമ്പോ കുലിക്കൽ സുന്നത്താ. ഖൈറായ മജ്ലിസിലേക്കൊക്കെ പോകുമ്പോ കുലിക്കൽ സുന്നത്താ. അപ്പൊ ഞാൻ പറയുന്നത്, കുലി മത്ലൂബായ കുലി എന്ന് പറയുമ്പോ അതിൽ രണ്ട് രൂപത്തിലുള്ള കുലി വരും. ഒന്നിരിക്ക സുന്നത്തായ നിലക്ക് കൽപ്പിക്കപ്പെട്ട കുലി, അല്ലെങ്കിൽ നിർബന്ധമായ നിലക്ക് കൽപ്പിക്കപ്പെട്ട കുലി. ഈ കുലി, അങ്ങനെ ഒരു കുലി, അത് മനസ്സിലാക്കുക. ഇനി ഗൈറു മത്ലൂബായ കുലി, സുന്നത്തും അല്ല ഉജൂബും അല്ല, അങ്ങനത്തെ കുലിയുണ്ട്. ഉദാഹരണം പറയാ, തണുപ്പിനു വേണ്ടി കുലിക്കുക, അതുപോലെ തന്നെ ചലി കളയാൻ വേണ്ടി കുലിക്കുക. അതൊന്നല്ലെങ്കിൽ ഒരു ആവേശം കിട്ടാൻ. കാരണം നമ്മൾ റമളാൻ മാസം നോമ്പാണ്, UAE നല്ല ചൂടാണ്. അപ്പൊ സഹിക്കാൻ വയ്യാത്ത ചൂട് വന്നപ്പോ ഉച്ചക്കൊരു ആവേശം, ഒരു തടിയുടെ ക്ഷീണം പോവാൻ വേണ്ടി ഒന്ന് കുലിക്കുക. ഇതൊക്കെ എന്താണ്? ഗൈറു മത്ലൂബായ കുലിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ?
റമളാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ, അതിനിപ്പോ റമളാൻ മാസവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ പറയാണ്. അതിന് വേറെ ഏതെങ്കിലും സുന്നത്ത് കുലിയോ അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ട നോമ്പ്, അതല്ലെങ്കിൽ ഖളാഅ് വീട്ടുന്ന നോമ്പ്, അല്ലെങ്കിൽ സുന്നത്തായ നോമ്പ്, ഇതൊക്കെ ആണെങ്കിലും വിധി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ പറയാൻ പോകുന്ന നിയമങ്ങൾ തന്നെയാണ് എല്ലാ നോമ്പിനും കുലിയുടെ മസ്അല. പക്ഷെ നമ്മൾ റമളാൻ നോമ്പ് എന്ന് പറയുന്നത് വിഷയവുമായി അടുത്തതുകൊണ്ട് റമളാൻ നോമ്പ് ഉദാഹരണമായി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാൾ റമളാൻ മാസം നോമ്പ് നോച്ചിട്ട് എന്താണ് കുലിക്കുകയാണ്. ഈ കുലിക്കുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കെ കുലിക്കാണ്. ഈ കുലി രണ്ട് രൂപത്തിൽ കുലിക്കും. അതെങ്ങനെ? ചിലര് മുങ്ങിക്കൊലിക്കുന്നവരുണ്ട്. പുഴ, കുളം, സ്വിമ്മിംഗ് പൂള് പോലാത്തതിൽ മുങ്ങിക്കൊലിക്കുന്നവർ. അവിടെ തന്നെ ഒരു മസ്അല ഞാൻ പറയാണ്. ചില ആളുകൾ പറയും റമളാൻ മാസത്തിലേക്ക് പോയി കുലിക്കും, പോയത വക്കുള്ളവർ മുങ്ങിക്കൊലിക്കും. അല്ലെങ്കിൽ മുങ്ങിക്കൊലിക്കല്ലേന്ന് പറയുമ്പോ പല സാധാരണക്കാരും പറയുന്നത് എന്താ? പല സാധാരണക്കാരും അതിപ്പോ വള്ളം കേറാഞ്ഞാ പോരേന്ന്. വള്ളം കേറാഞ്ഞാ പോരേന്ന്. അങ്ങനെയല്ല മസ്അല. നോമ്പുകാരനാണോ മുങ്ങിക്കുലിക്കൽ കളാത്ത? ഓൻ വെള്ളം കേരത്തെ കേരാതിരിക്കട്ടെ. ഓനിക്കറിയാം ഞാൻ മുങ്ങിയാൽ ഒരു നിലക്കും എന്റെ മൂക്കിലൂടെ, വായയിലൂടെ, ചെവിയിലൂടെ വെള്ളം അകത്തേക്കു കയറില്ല എന്ന് ഓനിക്ക് ഉറപ്പാ. എന്നാലും ശരി നോമ്പുകാരന് മുങ്ങിക്കുലിക്കൽ കളാത്ത. അവിടെ ഞാൻ മസ്അല ദീർഘിക്ക് മനസ്സിലാക്കി വെക്കണം. നേരെ മറിച്ച് അവിടെ തന്നെ മുഗ്നി, നിഹായ, ബുജൈരിമി, ജമല്, ഷർവാനി പോലത്തെ എല്ലാ കിതാബിലും പറയുന്ന ഒരു മസ്അലയുണ്ട്. അതെന്താ? ഒരാൾക്കറിയാം മുങ്ങിയാൽ വെള്ളം കയറുന്ന ഉറപ്പാ. ഓന്റെ പതിവ് അങ്ങനെയാണ്. ഓൻ എങ്ങനെ മൂക്കും വായും ചെവിയും പൊട്ടിയാലും ഓൻ മുങ്ങിയാൽ വെള്ളം അകത്തേക്ക് കയറും. അത് സൂക്ഷിക്കാൻ മാർഗം ഇല്ല എന്ന് ഓൻ അറിഞ്ഞും കൊണ്ട് മുങ്ങിക്കുലിക്കൽ ഹറാമാണ്, കുലി കലിയല്ല. ചില ആൾക്കാർ പറയും അപ്പൊ വള്ളം കയറാഞ്ഞാ പോലെ. കാരണം ഗൾഫ് മേഖലയിലെല്ലാം ഈ സ്വിമ്മിംഗ് പൂള് വഴിക്ക്, സ്വിമ്മിംഗ് പൂള് എന്നല്ല പറയുന്നത്, എന്തോ ഒരു പ്രത്യേക കുളം, അതിൽ കുലിക്കുന്നവരുണ്ട്. മുമ്പൊക്കെ ഈ മുങ്ങിക്കുലിയുടെ മസ്അല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. കാരണം എല്ലാവരും ഷവർ ഉപയോഗിച്ച് കുലിക്കുന്നവരാ. നേരെ മറിച്ച് ഇപ്പൊ ഗൾഫിൽ, പ്രത്യേകിച്ച് UAE-ലൊക്കെയും വലിയ വലിയ ഫ്ളാറ്റിൽ താമസിക്കുന്നവര്, ഓരോ ഫ്ലോറിൽ ഓരോ നിലയിലുള്ളവർക്ക് കുലിക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനം. എന്നിട്ട് ദിവസേന എല്ലാവരും അതിൽ നീന്തി കുലിക്കുന്നു. എന്നിട്ട് ഒരു ദിവസം കുലിച്ച വെള്ളം ഒഴിവാക്കുന്നു, വീണ്ടും അതിലേക്ക് വെള്ളം അടിക്കുന്നു. ഇങ്ങനെയൊക്കെയും പറയുന്നത് കേൾക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ റമളാൻ മാസത്തില് മുങ്ങിക്കുലിക്കുമ്പോൾ വെള്ളം കേരത്തെ കേരാതിരിക്കട്ടെ, മൊത്തത്തിൽ നോമ്പുകാരന് മുങ്ങിക്കുലിക്കൽ കറാഹത്താണ്. അത് റമളാൻ മാസത്തിലെ നോമ്പായാലും, ഖളാഅ് വീട്ടുന്ന നോമ്പായാലും, നേർച്ചയാക്കപ്പെട്ട നോമ്പായാലും, സുന്നത്ത് നോമ്പായാലും ഒക്കെയും നോമ്പുള്ളവനായിരിക്കെ മുങ്ങിക്കുലിക്കൽ കറാഹത്താണ്. അവിടെ തന്നെ അവൻ മുങ്ങിയാൽ വെള്ളം കേരും എന്ന് ഓനിക്കറിയാം. ഓന്റെ പതിവ് അങ്ങനെ. അത് എങ്ങനെങ്കിലും ഒരു തുള്ളി വെള്ളം അകത്തേക്കാണ്ട് കയറും. അങ്ങനത്തവൻ നോമ്പുള്ളവനായിരിക്കെ, പ്രത്യേകിച്ച് ഉജൂബായ നോമ്പുള്ളവനായിരിക്കെ, ഫറലായ നോമ്പുള്ളവനായിരിക്കെ ആ മുങ്ങൽ ഹറാമ് തന്നെയാണ്. കാരണം അവൻ നോമ്പ് കൽപ്പിച്ചു കൂട്ടി മുരിക്കുന്നതിന് തുല്യമാണ് ആ നിലക്കുള്ളവൻ മുങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മത്ലൂബായ കുലിയായാലും ഗൈറു മത്ലൂബായ കുലിയായാലും മസ്അലയ്ക്ക് മനസ്സിലാക്കണം. മത്ലൂബ് സുന്നത്തായ കുലിയാവട്ടെ, നിർബന്ധമായ കുലിയാവട്ടെ, തണുപ്പിന് വേണ്ടിയോ, ചലി കളയാൻ വേണ്ടിയോ, ആവേശം ലഭിക്കാൻ വേണ്ടിയോ, ഏത് നിലക്കുള്ള കുലിയായാലും ശരി, മുങ്ങിക്കുലിക്കൽ കറാഹത്താണ്. ആ മുങ്ങിക്കുലിക്കുമ്പോൾ അവിചാരിതമായിട്ട് അവൻ ശ്രദ്ധിക്കാത്ത തന്നെ ഒരു തുള്ളി വെള്ളം അകത്തേക്കു കയറിയാൽ നോമ്പ് ബാത്തില. ഞാനിത് ഇത്ര വ്യക്തമായി പറയാൻ കാണ്ട. ചിലര് പറയും ഞാൻ സാധാരണ മുങ്ങിക്കുളിച്ചാലാണ് വെള്ളം അകത്തേക്ക് കയറലില്ല, പക്ഷെ ഞാൻ ഉസ്താദെ ഓർമ്മയില്ലാതെ ഒന്ന് മുങ്ങിക്കുളിച്ചു, ഒരു തുള്ളി വെള്ളം ഞാൻ അറിയാതെ കയറിയതാണ്, ഞാൻ ശ്രദ്ധിക്കാതെ കയറിയതാണ്, ഞാൻ തീരെ അറിഞ്ഞിട്ടില്ല. എന്നാലും ശരി, കുലി എന്താവും? നോമ്പ് മുറിയും. എന്തേ കാരണം? പൊതുവിൽ ഈ നോമ്പുകാരനായിരിക്കെ മുങ്ങിക്കൊലിക്കല് കറാഹത്താണ്.
അപ്പൊ അവനിക്ക് പാടില്ലാത്ത രൂപത്തിലുള്ള ഒരു കുലിയാണ് കുലിച്ചത്. ആ കുലി നിർബന്ധമായ കുലിയായാലും സുന്നത്തായ കുലിയായാലും ഏതു നിലക്കുള്ള കുലിയായാലും അവന്റെ നോമ്പ് മുറിയും. മുങ്ങിക്കുലി കാരണമാണോ വെള്ളം അകത്തേക്ക് കയറി, അവിചാരിതമായാലും ശരി അല്ലാത്ത നിലക്കാണെങ്കിലും ശരി നോമ്പ് മുറിയും. ഇനി അവൻ കുലിക്കുന്നത് എങ്ങനെയാണ്? ബക്കറ്റ് പോലോത്തത് കൊണ്ട് മുക്കി ഒഴിച്ചു കുലിക്കാണ്, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ചു കുലിക്കുകയാണ്, അല്ലെങ്കിൽ ഷവറ് പോലോത്തത് തുറന്നു വെച്ച് കുലിക്കുകയാണ്. ഇങ്ങനത്തെ കുലി കുലിക്കുന്ന സമയത്ത് ആ കുലി മത്ലൂബായ കുലിയാണ്, സുന്നത്തായ കുലിയാണ്, അല്ലെങ്കിൽ വാജിബായ കുലിയാണ്. ഓൻ കുലിച്ചുകൊണ്ടിരിക്കുക, ഷവറ് തുറന്നു വെച്ച് ഇങ്ങനെ കുലിക്കാണ് സുന്നത്തായ കുലി അല്ലെങ്കിൽ വാജിബായ കുലി. ആ സമയത്ത് എന്ത് ചെയ്തു? ചെവിട്ടിയിലൂടെ അവിചാരിതമായി തുള്ളി വെള്ളം അകത്തേക്ക് അത് കയറി. ഓൻ തലേക്ക് വെള്ളം ഒഴിച്ചതാണ്. ആ വെള്ളം കുറച്ച് അകത്ത് പോയി, ചെവിയിലേക്ക് പോയി. അല്ലെങ്കിൽ ചെവിയുടെ പുറംഭാഗം നനക്കണല്ലോ, നല്ല ശ്രദ്ധിക്കണം തവരെ. ചെവിയുടെ ഈ കാണുന്ന ഭാഗം നനക്കണ്ടേ? അപ്പോൾ നിർബന്ധമായ കുലി കുലിക്കാൻ വേണ്ടിയിട്ട് ചെവിയിലേക്ക് വെള്ളാക്കിയതാ. പക്ഷെ ഒരു തുള്ളി വെള്ളം അകത്തേക്കാണ്ട് കയറി, നോമ്പ് മുറിയില്ല. പക്ഷെ അവിടെ തന്നെ ഫിഖിന്റെ കിതാബിൽ പറയുന്നൊരു മസ്അലുണ്ട്. നോമ്പുള്ളവനായിരിക്കെ അങ്ങനെ നിർബന്ധമായ കുലി കുലിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥ രൂപം എന്താണ്? അവന്റെ കയ്യിൽ വെള്ളമെടുക്കുക. ഇപ്പൊ വലത്തെ ചെവിയാണ് കഴുകാനുള്ളതെങ്കിൽ കയ്യിൽ വലത്തെ മുൻകൈയിൽ വെള്ളമെടുക്കുക. എന്നിട്ട് എന്താക്കുക? ഈ തല അല്പം ഒന്ന് ചെരിച്ചു പിടിക്കുക, വലഭാഗത്തേക്ക് ചെരിച്ചു പിടിക്കുക. എന്നിട്ട് ഈ വലത്തെ കൈയിലുള്ള മുൻകൈയിലുള്ള വെള്ളം ചെവിയുടെ ഭാഗത്തേക്ക് അത് ചേർത്തി വെക്കുക. അപ്പൊ ഉള്ളിലേക്ക് വെള്ളം കയറുകയുമില്ല, ചെവിയിൽ നിന്ന് നനയേണ്ട ഭാഗങ്ങളൊക്കെയും നനയുകയും ചെയ്യും. അതൊരു സൂക്ഷ്മതയുടെ കുലിയാണ്. നിങ്ങൾക്ക് ഇത് ഓൺലൈനിലായതുകൊണ്ട് രൂപം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു നല്ല വശം. ഇനി അവിടെ തന്നെ ഇതിന്റെ ഒരു എതിരുണ്ട്, അത് ഞാൻ പറയാം. അതായത് വലത്തെ കൈ വലത്തെ ചെവിയിലേക്കാണ് വെള്ളം ആക്കാറുള്ളത്. നമ്മളിപ്പോ അങ്ങനെ കോപ്പേറ്റ് ഇങ്ങനെ തൂക്കാണ്. ചിലവരാണ് കുളിക്കുമ്പോ കോപ്പയിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് ചെവിയിലേക്ക് തൂക്കും. ഈ തൂക്കുന്ന സമയത്തൊക്കെ അകത്തേക്ക് വെള്ളം കയറിയില്ലേ? അപ്പൊ അതൊക്കെ കേറാതിരിക്കാൻ ഏറ്റവും നല്ലതെന്താ? നമ്മൾ വലത്തെ മുൻകൈയിൽ വെള്ളമെടുക്കുക, വലത്തെ ചെവി കഴുകാനാണെങ്കിൽ. എന്നിട്ട് തല വലഭാഗത്തേക്കൊന്ന് ചെരിച്ചു പിടിക്കുക. എന്നിട്ട് ഈ ചെവിയുടെ ഭാഗത്തേക്ക് ഈ വലത്തെ കൈയിലെ മുൻകൈയിലെ വെള്ളം ഒന്ന് ചേർത്തി അത് വെച്ചാൽ ചെവിയിൽ നിന്ന് നനയേണ്ട ഭാഗങ്ങൾ നനയുകയും ചെയ്യും, അതോടൊപ്പം അകത്തേക്ക് വെള്ളം കയറുകയും ഇല്ല. ഇനി അതേ രൂപത്തിൽ ഇടത്തെ ചെവിയും കഴുകുക. അപ്പോൾ ഒരാൾ അങ്ങനെ കഴുകിയില്ല, ശ്രദ്ധിക്കണം. ഓൻ അങ്ങനെ തല ചെരിച്ചു പിടിക്കാതെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു, ചെവിയിലേക്കും വെള്ളാക്കി. അവൻ തല ചെരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അകത്തേക്ക് വെള്ളം കേറുമായിരുന്നില്ല. പക്ഷേ അവൻ തല ചെരിച്ചു പിടിക്കാത്ത കാരണം ചെവിയിലേക്ക് വെള്ളം കേറി. എന്നാലും ശരി, നിർബന്ധമായ കുലിയോ സുന്നത്തായ കുലിയോ ആണെങ്കിൽ നോമ്പ് മുറിയില്ല. മനസ്സിലാ? തിരിഞ്ഞില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്. അതായത് നമ്മൾ നിർബന്ധമായ കുലി കുലിക്കുമ്പോ ചെവിയുടെ ഏകദേശം ഭാഗത്തേക്കൊക്കെ വെള്ളാക്കണല്ലോ. ഈ വെള്ളമാക്കുമ്പോ എപ്പോഴും ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പൊ അതുകൊണ്ട് വെള്ളം കേറാതിരിക്കാനുള്ള മാർഗമാണ് എന്ത്? ഓൻ വലത്തെ ചെവി കഴുകുമ്പോൾ വലത്തെ കയ്യിൽ വെള്ളമെടുക്കുക, എന്നിട്ട് തല വലഭാഗത്തേക്ക് ചെരിച്ചു പിടിക്കുക, എന്നിട്ട് മെല്ലെ ഈ മുൻകൈയിലെ വെള്ളം ചെവിയോട് ചേർത്തി വെക്കുക. അപ്പൊ തല ചെരിച്ചു പിടിച്ച കാരണം ചെവിയുടെ ഉൾഭാഗത്തേക്ക് നോമ്പ് മുറിയുന്ന രൂപത്തിൽ വെള്ളം പ്രവേശിക്കില്ല. അതേ രൂപത്തിൽ ഇടത്തെ ഭാഗവും ചെയ്യുക. പക്ഷെ ഇവൻ എന്തു ചെയ്തു? തലയൊന്നും ചെരിക്കാൻ സൗകര്യമുണ്ടായിട്ട് ചെരിച്ചു പിടിച്ച് വലത്തെ ചെവിയും ഇടത്തെ ചെവിയും കഴുകാൻ സൗകര്യമുണ്ടായിട്ടും അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ തല ചെരിച്ചു പിടിക്കാതെ തലയിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ തുള്ളി വെള്ളം ചെവിയിലേക്ക് കയറി. ഓൻ തല ചെരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ വെള്ളം കയറുമായിരുന്നില്ല. എന്നാലും അവൻ നോമ്പുകാരനാണ്. ആ കുലിക്കുന്ന കുലി സുന്നത്തായ കുലിയോ നിർബന്ധമായ കുലിയോ ആണെങ്കിൽ നോമ്പ് മുറിയില്ല. ഇനിയോ ഓൻ ഏത് കുലിയാ കുലിക്കുന്നത്? ഗൈറു മത്ലൂബായ കുലി എന്ന് പറഞ്ഞാൽ സുന്നത്തായ കുലിയുമല്ല, നിർബന്ധമല്ലാത്ത കുലിയുമല്ല, നിർബന്ധമായ കുലിയുമല്ല. ചലി പോവാൻ,
തണുപ്പ് കിട്ടാൻ സാധാരണ ഓഫീസിലേക്ക് പോകുമ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള കുലിയാണ്. ഇങ്ങനത്തെ കുലി ഓൻ ഷവർ ഉപയോഗിച്ച് കുലിക്കട്ടെ, ബക്കറ്റ് കൊണ്ട് കോരി കുലിക്കുന്നവനാവട്ടെ, ബക്കറ്റിൽ നിന്ന് കോപ്പ കൊണ്ട് മുക്കി ഒഴിച്ച് കുലിക്കുന്നവനാവട്ടെ, നോമ്പുള്ളവനായിരിക്കെ സുന്നത്തും ഉജൂബും അല്ലാത്ത രൂപത്തിലുള്ള കുലി കുലിക്കുമ്പോൾ കൽപ്പിച്ചുകൂട്ടിയാവട്ടെ അവിചാരിതമായിട്ടാവട്ടെ ഏതു നിലക്കാണെങ്കിലും നോമ്പ് മുറിയും. ഇതാപ്പൊ വ്യത്യാസം. അപ്പൊ ഈ കുലിക്കുന്ന കുലി നോമ്പുകാരൻ കുലിക്കുമ്പോ അവൻ കുലിക്കുന്ന കുലി സുന്നത്തോ ഉജൂബോ ആണ്. അവൻ ഷവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് പോലത്തത് കൊണ്ട് കോരി ഒഴിച്ച് കുലിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ വെള്ളം ചേരൽ കൊണ്ട് നോമ്പ് മുറിയില്ല. കൽപ്പിച്ചു കൂട്ടിയിട്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടാണെങ്കിൽ നോമ്പ് മുറിയെന്ന് പാലും പറയണ്ടല്ലോ. സാധാരണ കുലിച്ചും കൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളം കയറുണ്ടല്ലോ. വെള്ളം കയറിച്ച് അകത്തേക്ക് വെള്ളം ആക്കണം എന്ന് വിചാരിച്ചാക്കിയതല്ല. തലയിലേക്ക് വെള്ളം ഒഴിച്ചപ്പോ ചവിട്ടുക്കൂടാണ് കയറി, അല്ലെങ്കിൽ തുലി വായക്കൂടാണ് കീപ്പത്ത് പോയി അറിയാതെ, എന്നാൽ മുറിയില്ല. നേരെ മറിച്ച് നോമ്പുള്ളവനായിരിക്കെ കുലിക്കുന്ന കുലി, ആ കുലി സുന്നത്തായ കുലിയല്ല, നിർബന്ധമായ കുലിയുമല്ല. ആ കുലിയിൽ ഏത് നിലക്ക് കുലിച്ചാലും, മുങ്ങിക്കുളിച്ചാലും ശരി, അതല്ലെങ്കിൽ ഷവർ ഉപയോഗിച്ച് കുളിച്ചാലും ശരി, ബക്കറ്റ് പോലോത്തത് കൊണ്ട് കോരി കുളിച്ചാലും ശരി, നോമ്പ് മുറിയും. ഇനി നിർബന്ധമായ കുലിയാവട്ടെ, സുന്നത്തായ കുലിയാവട്ടെ, തണുപ്പിനു വേണ്ടിയുള്ള കുലിയാവട്ടെ, ചളി കളിയാനുള്ള കുലിയാവട്ടെ, മുങ്ങിക്കുലിച്ചത് കാരണമാണോ വെള്ളം അകത്തേക്ക് കയറി, ഏത് നിലക്കുള്ള കുലിയാണെങ്കിലും മുങ്ങൽ കാരണമാണോ വെള്ളം കയറിയത്, നോമ്പ് മുറിയുകയും ചെയ്യും എന്നും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഞാൻ അറിയിക്കുന്നു. ഇനി അവിടെ ഒരു കാര്യം കൂടി എനിക്ക് മറ്റൊരു വഴിക്ക് പോവാനുണ്ട്. അബുഹാഷിം ഉസ്താദ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരൊറ്റ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞത് പുതിയ വല്ല ശ്രോതാക്കളും ഉണ്ടെങ്കിൽ അവനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. നിർബന്ധമായ കുലി കുലിക്കുമ്പോ മിക്ക സാധാരണക്കാരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം, നമ്മൾ മുമ്പൊരു മസ്അല പറഞ്ഞിരുന്നു, മസ്റബത്ത് അല്ലെ, മലദ്വാരത്തിന്റെ ഭാഗത്ത് ആ ഒരുമിച്ച് കൂടുന്ന ഭാഗം, അങ്ങോട്ട് വെള്ളം ചേർക്കൽ നിർബന്ധമായ കുലി കുലിക്കുമ്പോ. സുന്നത്തായ കുലിയുടെ കൂലി കിട്ടണമെങ്കിൽ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരണം, അപ്പോഴും വെള്ളം ചേരണം. നിർബന്ധമായ കുലിയാവുമ്പോ കുലി സഹിയാവാൻ അതിനൊക്കെ നമ്മൾ മസ്അലും പറഞ്ഞു. അപ്പൊ കുലിക്കാൻ നിൽക്കുന്നവൻ എന്ത് വേണം? ഒന്ന് ഇസ്തിർഹാ ചെയ്യാം, ഒന്ന് ഇരുന്നിട്ട് ഒന്ന് മെല്ലെ ഒന്നിങ്ങത്തെ ഒരു ശ്വാസം കീപ്പോട്ട് വിടുക. അപ്പൊ അതിനൊരു ചെറിയ അകൽച്ച വരും. ആ നിലക്ക് അങ്ങോട്ട് വെള്ളം ചേർക്കൽ നിർബന്ധ. അത് നോമ്പുള്ള സമയത്താണെങ്കിലും ശ്രദ്ധിക്കണം. പക്ഷെ അങ്ങോട്ട് വെള്ളം ചേർക്കുക എന്ന് വെച്ച് അമിതമാക്കിയാൽ നോമ്പ് ബാത്തിലാകും എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകള് കുലിക്കുന്ന സമയത്ത് രണ്ട് ചെരിപ്പരിക്കാലും മേൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന സ്ഥലം കഴുകൽ നിർബന്ധാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വെള്ളം ആയാൽ നോമ്പ് ബാത്തിലാകും, അല്ലെങ്കിൽ കൈവിരൽ പ്രവേശിച്ചാൽ എന്താവും? നോമ്പ് ബാത്തിലാകും. ഇത്രയും കാര്യമാണ് റമദാൻ മാസമാണെങ്കിലും അല്ലാത്ത നോമ്പാണെങ്കിലും കുലിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് സ്പീഡ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, കാരണം ആ ഒരു വിഷയം ഇന്നത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തായാലും ഒന്നിരിക്കൽ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എന്തായാലും വിശുദ്ധമായ റമദാൻ ഒന്ന് നമ്മളിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇനിയും നമുക്കൊരുപാട് മസ്അലകൾ, അതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ പ്രാവശ്യം ഒരാൾ അങ്ങനെ ഈ വസ്വാസ് കാരണം ചിലർ മൂന്നോട്ടം വായിൽ വെള്ളം കുപ്പിളിക്കുക, എന്നിട്ട് നാലാമത്തെ വട്ടം വീണ്ടും വായിൽ വെള്ളം കുപ്പിളിക്കുക. ആ വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത്, നാലാമത്തെ പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത് അകത്തേക്ക് വെള്ളം കയറിയാൽ നോമ്പ് ബാത്തിലാകും. 3 പ്രാവശ്യത്തിൽ അമിതമാക്കുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് കയറിയാൽ നോമ്പ് ബാത്തിലാകും. അങ്ങനത്തെ ഒരുപാട് മസാലകൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായിരിക്കെ വായയിലേക്ക് കഫം വന്നാൽ പല്ലിയാണ്, തുപ്പാൻ മാർഗമില്ല. വായയിൽ കഫം വെച്ചാൽ ഓതാനും മാർഗമില്ല. എന്തു ചെയ്യണം? ഈ കഫം കീപ്പോത്തിറക്കിയാൽ നിസ്കാരം ബാത്തിലാകും, നോമ്പ് ബാത്തിലാകും. പിന്നെ ചില ആളുകൾ കൊറുക്കനാമേ കിട്ടിയ മാതിരി ഇതിങ്ങനെ വായയിൽ തീർന്നു അയലിച്ചും, അത് കുറെ വായയിൽ ഇങ്ങനെ ആയാ പിന്നെ അത് തുപ്പലം മുതലായി തീർന്ന് എന്നിട്ട് അത് കീപ്പത്തിറക്കുക. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്.
ഇജ്ജ് എന്തേ കുഴച്ചപ്പോ വന്ന കഫം കാറ്റി അത് കുറെ ഇങ്ങനെ വെച്ചപ്പോ തുപ്പലായി, അപ്പൊ ഞാൻ കീപ്പത്തറക്കേന്. നോമ്പും അത് ബാത്തിലാവും, നിസ്കാരം അത് ബാത്തിലാവും. പഠിക്കണം നമ്മൾ സാധാരണക്കാര്. അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണം ഇന്ന് വേറെവയ്ക്ക് പോവാനുണ്ട്, ഇനി കൂടുതൽ തുടരുന്നില്ല. നമുക്ക് ഉച്ചയിഞ്ഞിട്ട് ഒരു 4-5 മണിക്ക് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പ്രത്യേകമായ ക്ലാസ്സുകളൊന്നുമില്ല. ഉള്ളവർ വരാൻ സൗകര്യമുള്ളവരൊക്കെയും ക്ലാസ് റൂമിൽ വരാൻ സാധിക്കുന്നവരൊക്കെയും വന്നാൽ നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരേണ്ട ഒരുപാട് മസ്അലകളുണ്ട്, നമുക്ക് പഠിക്കാം. ഇതെല്ലാം പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കിയ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവരിങ്ങനത് പറയുമ്പോൾ ഇത്രയൊന്നും ഗൗരവത്തിൽ ഈ വിഷയമൊന്നും പറയേണ്ടതില്ല എന്ന് അങ്ങനത്തെ ശ്രോതാക്കൾ ചിന്തിക്കരുത്. നമ്മുടെ റേഡിയോ ശ്രോതാക്കളിൽ നല്ലൊരു വിഭാഗം ഒരു വിവരവുമില്ലാത്ത സാധാരണക്കാരാണ്. അവർക്ക് ഇത്തരം മസ്അലകളൊക്കെയും അവർ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്നും ഉണർത്തി അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പും സഹീഹായ നിലക്ക് മഖബൂലായ നിലക്ക് നോൽക്കുവാനും റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനും ആ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവേ നിന്നെ കാണാനും ഭാഗ്യം സിദ്ധിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും നോമ്പ് മുറിയുന്ന ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ സാധാരണക്കാർക്കുണ്ടാകും. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിലായി നമ്മുടെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഫോൺ വിളിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങളുടെ കാശും ചെലവാക്കണ്ട, എന്റെ ചെവിയും കേടെടുത്തണ്ട എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണർത്തുന്നു. പിന്നെ ഉസ്താദെ മനിയും വെള്ളപ്പോക്കും എങ്ങനെ തിരിച്ചറിയും? ഒരു ചോദ്യമാണ്. മനിയും വെള്ളപ്പോക്കും എങ്ങനെ തിരിച്ചറിയും എന്നതിന് ഒറ്റ വാക്കിൽ മറുപടി പറയാം. മനിയാണെന്ന് അറിയാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളം ഒത്തിട്ടില്ലെങ്കിൽ അത് മനിയല്ല. അതന്നെ ഒന്ന് രസം സിദ്ധിക്കുക. മനിയാണെങ്കിൽ മനിയ് പുറപ്പെടുമ്പോ രസം ഉണ്ടാവും. അതല്ലെങ്കിൽ പച്ചയാണെങ്കിൽ കോതമ്പമാവിന്റെ വാസനയായിരിക്കും. ഉണങ്ങിയതാണെങ്കിൽ എന്തായിരിക്കും? കോഴിമുട്ടയുടെ വെള്ളയില്ലേ, ഈ വെള്ളയുടെ വാസനയായിരിക്കും. ഈ 3 അടയാളും അതിനില്ല. ഈ 3 അടയാളും ഇല്ലെങ്കിൽ അത് മനിയല്ല. ആ 3 അടയാളും ഇല്ലാത്ത ഒരു നനവിന് വേണ്ടി ഒരാൾ കൊലിച്ചാൽ, ജനാബത്തിന്റെ നിയ്യത്തും വെച്ച് കൊലിച്ചാൽ അക്കുലി ഹറാമാണ്. എങ്ങനെ? ഈ 3 മനിയിന്റെ 3 അടയാളങ്ങൾ പറഞ്ഞില്ല. ഒന്ന് ആസ്വാദനം, അതല്ലെങ്കിൽ പച്ചയാണെങ്കിൽ കോതമ്പമാവിന്റെ വാസന, വെള്ളയാണെങ്കിൽ അല്ല ഉണങ്ങിയതാണെങ്കിൽ കോഴിമുട്ടയുടെ വാസന. ഈ 3 അടയാളില്ല. പക്ഷെ ഇപ്പം അങ്ങനെ തീരുമാനിച്ചത് മനിയാണ്. ഫുഖഹാക്കളും അള്ളി റസൂലും പറഞ്ഞതൊന്നും ഇതിനൊക്കുന്നില്ല. പക്ഷെ ബന്തി വസ്വാസ് കാരണം ബൻ തീരുമാനിച്ചു അല്ലല്ല അത് മനിയെന്നേക്കാലം. എന്നിട്ട് കുലിപ്പലെ പോയി കുലിക്കുക, വലിയ അശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കരുതി. ആ കുലി ഹറാമാണെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. ആ കുലിക്ക് അള്ളാന്റെ അടുക്കൽ നിന്ന് ശിക്ഷയെ കിട്ടുക, കൂലിയല്ല കിട്ടുക. ഇതിന് വസ്വാസിനല്ല പറയുക, ഇതിനാണ് ഒലക്കം തലക്കടിക്കാനാണ്. ഇപ്പൊ മിഞ്ഞാന് കണ്ണൂർ ഭാഗത്തിന് ഒരാൾ വിളിച്ചേന്. പക്ഷെ അയാൾ എങ്ങനെ മസല പറഞ്ഞിട്ട് ഒരു പാവാണ്, ഒരു റേഡിയോ ശ്രോതാവാണ്, എങ്ങനെ പറഞ്ഞിട്ട് മൂപ്പൽക്കാൻ്റെ ആ വസ്വാസ് തീരുന്നില്ല. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു, ഇനിങ്ങളെ ഈ മസല തിരി എന്റെ കൈ കിട്ടിയ ഓലക്കേറ്റ് ഞാൻ തലക്കടിക്കുന്നതാണ്. അപ്പൊ പിന്നെ മൂപ്പരാണ് ഞാൻ വിട്ടു ഉസ്താദേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ ചിലപ്പോ ഓലക്കത്ത് തലക്കടിക്കേണ്ട വസ്വാസേലുണ്ട്. അല്ലാഹു തആല എല്ലാ വസ്വാസും മാറ്റി റാഹത്തായി ശക്കും മിഷ്കാലും തീർന്ന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വരണം. ചോദ്യകർത്താക്കൾ ആരും വരണ്ട. പലവർക്കും ഈ വിഷയത്തിലൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ മനിയിന്റെ അടയാളങ്ങൾ ഒത്തിട്ടില്ലെങ്കിൽ അത് വെള്ളപ്പോക്കായിരിക്കും, അല്ലെങ്കിൽ മതിയായിരിക്കും, അല്ലെങ്കിൽ വതിയായിരിക്കും. അപ്പൊ പിന്നെ കഴുകലെ നിർബന്ധമുള്ളൂ, കുലി നിർബന്ധമില്ല എന്നും ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യോ? മൈക്കങ്ങനെ ഒഴിഞ്ഞു കിടക്കണ്ട, ആരുമില്ല.